പരിവാദിനികളത്താക്കളീലയ കലാകുതൂഹല സാത്വികീ ഗുണവിലാസ ചിത്രിത യാത്മന പരമ പാവനീ കല സാ ശിവാനി വിദധാതു ശാരദ ശാരദേന്ദു കിരണോജ്വലാകൃതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭൂയോ അസദ സദസദിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭൂയോ അസദ സദസദിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയച്ചൈകം ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയച്ചൈകം ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജ്ഞാതൃജ്ഞാനയോരന്യോന്യ വിഷയ വിഷയിത്വാൻ മിഥുനത്വമിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജ്ഞാതൃജ്ഞാനയോരന്യോന്യ വിഷയ വിഷയിത്വാൻ മിഥുനത്വമിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏവം ജ്ഞാനജ്ഞേയ വിഭാഗഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏവം ജ്ഞാനജ്ഞേയ വിഭാഗഃ. ഗുരുപാദങ്ങളിൽ പ്രണാമം. സജ്ജനങ്ങൾക്ക് ഏവർക്കും വന്ദനം. എല്ലാവർക്കും ഏറ്റവും ശാന്തവും സ്വസ്ഥവും സമാധാനപൂർണവുമായ ഒരു പുതുവത്സരം ആശംസിക്കുന്നു. 193 ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ആ ഒരു പുണ്യം നേടിയിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് നമ്മളെല്ലാവരും. ഏതായാലും ഗുരുവിൻ്റെ ദർശനവും ഗുരുവിൻ്റെ കീർത്തിയും ഇന്ന് ലോകം മുഴുവൻ പ്രകാശിക്കുന്ന ഏറ്റവും പ്രകാശപൂർണമായ ഒരു കാലത്തിലേക്ക് തന്നെയാണ് നാം നടന്നെടുക്കുന്നത്. അത്തരുണത്തിലെ ഏറ്റവും അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒന്ന്, നമ്മുടെ വേദാന്ത സൂത്ര ജപം ശിവഗിരിയുടെ മണ്ണിൽ വെച്ചിട്ട് നമ്മുടെ ജയലക്ഷ്മി ആലപിച്ചു. പിന്നെ നമ്മുടെ കുഞ്ഞു മേക്കക്കുട്ടി ശിവഗിരിയിലെ ഗുരുവിൻ്റെ കൃതി. നമസ്തേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു മേക്കക്കുട്ടി ഗുരുവിൻ്റെ കൃതികളുമായി ഭഗവാന്റെ തിരുസന്നിധിയിൽ ഉണ്ടായിരുന്നു. അതെല്ലാം വളരെ വളരെ സന്തോഷം ആനന്ദവും ഒക്കെ പകരുന്ന ഒന്നാണ്. കാരണം ഗുരുവിൻ്റെ വേദാന്ത സൂത്രമൊക്കെ ആ ശിവഗിരിയുടെ മണ്ണിലേക്ക് മുഴങ്ങി കേൾക്കാൻ, അത് ചൊല്ലാൻ പര്യാപ്തമാകുന്ന രീതിയിൽ നമ്മളൊക്കെ വളർന്നു, നമ്മളൊക്കെ അറിവിലേക്ക് നടന്നെടുക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷം തന്നെയാണ്. ഏതായാലും കഴിഞ്ഞൊരു ക്ലാസ് നമുക്ക്
ശിവഗിരി തീർത്ഥാടന ക്ലാസ് എടുക്കാൻ പറയില്ല, മാമാണ് എന്നെ വളർത്തിയത്. ഓക്കെ. വേദാന്തസ്വപ്നം ജപിക്കാൻ ഒരുപാട് നന്ദി മാം. നമ്മളെല്ലാവരും ഓരോരോ ഉപാധികൾ മാത്രമല്ലേ, നമ്മളാരും അല്ല. പരമഗുരു നമ്മളെ എല്ലാം ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നു, അത്രേ പറയേണ്ടതുള്ളൂ നമ്മൾ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ആഴ്ച നമ്മുടെ വേദാന്ത സൂത്രത്തിൻ്റെ 7ാമത്തെ സൂത്രം നമ്മൾ വിചാരം ചെയ്തു, അത് തുടങ്ങി വെച്ചു. ഇനി നമുക്കതിൻ്റെ ഒരു ബാക്കി ഭാഗത്തേക്ക് കടക്കാം. 7ാമത്തെ സൂത്രം സത് ശബ്ദാദയോ അസദഭാവശ്ചേതി എന്നുള്ളതാണ്. സത് ശബ്ദ ആദയ അസത് അഭാവ ച ഇതി എന്നുള്ള പദച്ഛേദമാണ് ആ സൂത്രത്തിനുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ സാരാർത്ഥമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഈ ലോകത്ത് സത്തും അതിൻ്റെ സമാന പദങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നതിനെല്ലാം ഭാവവും അസത്തിന് അഭാവവും കൽപ്പിക്കേണ്ടതുണ്ട് എന്നാണ് സൂത്രത്തിൻ്റെ അർത്ഥം. നമ്മൾ കഴിഞ്ഞ സൂത്രത്തിൽ പറഞ്ഞു, ഗുരുദേവ കൃതികളാകവേ പരിശോധിക്കുമ്പോൾ ഈ സത്തിനെ, ഈ ഉണ്മയെ പറഞ്ഞു വെക്കുന്ന പദങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് വിചാരം ചെയ്തു അല്ലേ. ഇതൊക്കെ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഏതായാലും ആ പദങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് വരണം. ഗുരുദേവ കൃതി പഠിക്കുമ്പോൾ അതെല്ലാം നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടതുണ്ട്. കാരണം ഈ പ്രപഞ്ചത്തിലെ അനുഭവത്തെ മുഴുവനും നമ്മൾ ജീവിക്കുന്ന, നമ്മൾ കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും ഒക്കെ അറിയുന്ന, അതുപോലെ മനസ്സുകൊണ്ട് ചിന്ത ചെയ്തും ഒക്കെ അറിയുന്ന ഈ പ്രപഞ്ചാനുഭവം മുഴുവനും ഒരേ ഒരു ഈശ്വര സത്തയിൽ സ്ഫുരിക്കുന്ന അല്ലെങ്കിൽ പ്രകാശിക്കുന്ന ഭാവ അഭാവ രൂപമായ അനുഭവമായാണ് കാണേണ്ടത്. ഇപ്പം ഇതിലിരിക്കുന്നവരൊക്കെ ഒത്തിരി മുന്നോട്ട് പോയവരാണ്. ദാർശനികമായി ഒത്തിരി മുന്നോട്ട് പോയവരും പഠിപ്പിക്കുന്നവരും അതുപോലെ തന്നെ കിട്ടുന്നത് അങ്ങനെ തന്നെ പകർന്നു കൊടുക്കുന്നതൊക്കെ ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ പറയേണ്ടതൊന്ന് മാത്രമാണ്, ഈ പ്രപഞ്ചത്തിലെ സകലതും ഉണ്മയും ഇല്ലായ്മയുമായിട്ട് ശോഭിക്കുന്ന സകലതും ഒരേ ഒരു ഈശ്വര സത്തയിൽ പ്രകാശിക്കുന്ന അനുഭവമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ സത്ത. എല്ലാവർക്കും പ്രപഞ്ചാനുഭവം എങ്ങനെ ഉണ്ടാകുന്നു? 5 ഇന്ദ്രിയങ്ങളിലൂടെ മാത്രമല്ലേ അനുഭവമുള്ളൂ. 5 ജീവിയാണ് മനുഷ്യൻ എന്ന് പറയും. ആ മനുഷ്യന് പ്രപഞ്ചത്തിൻ്റെ അനുഭവങ്ങൾ എടുക്കുന്നത് 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. പിന്നെ ഈ ഇന്ദ്രിയങ്ങൾക്കെല്ലാം നിയന്ത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന മനസ്സ്, അന്ധക്കരണം, അതിലൂടെ ചിന്തിച്ചും ഒക്കെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ എടുക്കുന്നത്. ഈ പ്രപഞ്ചത്തെ എടുക്കാൻ നമുക്ക് 5 ഇന്ദ്രിയങ്ങളും മനസ്സും ഈശ്വരൻ തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാ ഈ വൈവിധ്യപൂർണമായ പ്രപഞ്ചത്തെ അറിയുക? നമ്മൾ പറഞ്ഞു, നമ്മുടെ കണ്ണിലൂടെ കാഴ്ചയായി വരുന്നത് ആ ഈശ്വര ചൈതന്യം നമ്മളിൽ തുടിക്കുന്നത് കൊണ്ടല്ലേ. നമ്മൾ ചെവിയിലൂടെ ശബ്ദമെടുക്കുന്നത് ആ ചൈതന്യം നമ്മളിൽ പ്രകാശിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ എടുക്കുന്ന ആ ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധാദികൾ എല്ലാം തന്നെ ആ ഈശ്വര സത്തയുടെ ചൈതന്യം കൊണ്ടാണെന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ അവിടെ ഈശ്വരന്റെ മുമ്പിൽ സമർപ്പിതരായിട്ട് മാറും. അതാണ് ഗുരു പറഞ്ഞത്, പൊന്നപ്പനെന്നു പൊറിവാതിൽ 5 മിട്ടു തന്നിട്ടു തന്നെ ഇതുമിന്നറിയുന്നു ശംഭോ. ആ പൊന്നപ്പനുണ്ടല്ലോ, ആ അപ്പനെ, ആ ജഗതീശ്വരനെ എന്ത് പേരിട്ട ഗുരു വിളിക്കുക? പൊന്നപ്പൻ എന്നല്ലേ. നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായി ലോകത്ത് കരുതുന്ന ഒരു ലോകമായ ആ നമ്മൾ വിലമതിച്ച് ഏറ്റവും വിലയുള്ളതായി കാണുന്ന, ഇന്നിപ്പോൾ വില ഏറ്റവും ഉയരത്തിൽ നിൽക്കുകയാണ്, ആ പൊന്നിൻ്റെ പേരിട്ടാണ് ഗുരു ജഗദീശ്വരനെ വിളിച്ചത്. ആ പൊന്നപ്പൻ പൊറിവാതിൽ, അറിവിൻ്റെ വാതിലുകൾ 5 ഇട്ട് തന്നത് കൊണ്ടാണല്ലോ ജഗദീശ്വര ഞാൻ ഇന്ന് ഈ ലോകത്തെ അറിയുന്നത് എന്നൊരു പ്രാർത്ഥന ഗുരുവോട് വെച്ചിട്ടുണ്ട്. അത് ഗദ്യപ്രാർത്ഥന പറയുമ്പോൾ കാണപ്പെടുന്നതൊക്കെയും എന്ന വാക്കുകൊണ്ട് ഈ ഇന്ദ്രിയ സംവേദ്യമായ അറിവുകളെ മൊത്തം ഗുരു ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ആത്മോപദേശ ശതകത്തിന്റെ ഹൃദയഭാഗത്തുള്ള മധ്യഭാഗത്തുള്ള ഒത്ത നടുക്കുള്ളൊരു ശ്ലോകം, 50ാമത്തെ ശ്ലോകം അല്ലെ. നിലമൊടു നീരതുപോലെ കാറ്റു തീയും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും അലകളുമാഴിയും എന്നു വേണ്ട എല്ലാ ഉലകും ഉയർന്നറിവായി മാറിടുന്നു. ഗുരുവിൻ്റെ അനുഭവം ഒരു 10,000 ആതിഥേയർ ഒന്നായി വരുവതുപോലെ വരും.
എന്ന ആത്മീയമായ ആനന്ദത്തെ അനുഭവിച്ച അതേ അനുഭവം തന്നെയാണ് ആത്മോപദേശ ശതകത്തിന്റെ ഹൃദയഭാഗത്ത് ഗുരു വെച്ചേക്കുക. നിലമൊടു നീരതുപോലെ കാറ്റു തീയും. കണ്ടോ, തനി നാടൻ ഭാഷയില് നമ്മളൊക്കെ പറയുന്ന പച്ച മലയാളത്തില് ഗുരു പറയാണ് നിലം, അല്ലെ, ഭൂമി, നീര് ജലം, കാറ്റ് വായു, തീ അഗ്നി, അല്ലെ, വെളി ആകാശം, അല്ലെ, ഭൂമി ജലം വായു ആകാശം അഗ്നി എന്നീ പഞ്ചഭൂതങ്ങളും നിലമൊടു നീര് അതുപോലെ കാറ്റു തീയും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും. ഞാനെന്ന അഹങ്കൃതി, ഞാനെന്ന ജീവഭാവവും മനസ്സും ബുദ്ധിയും, അതുപോലെ തന്നെ അതിന്റെ ഇടയിൽ ഗുരു ചേർത്ത് വെച്ചേക്കുക തിരയും കടലും. ഗുരുവിന്റെ എല്ലാ കൃതികളിലും കടന്നു വരും ഈ തിരയും തിരമാലയും കടലും ഒക്കെ. തിരയും കടലും എന്നു വേണ്ട എല്ലാ ലോകവും ഇല്ലാണ്ടായിട്ട് അറിവ് മാത്രമായി മാറുന്നു. അതെല്ലാം നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഒരു അറിവിൽ സ്ഫുരിക്കുന്ന അഭാവരൂപമായ അനുഭവം തന്നെയാണെന്ന് അനുഭവത്തിന്റെ ആ രസികതയോടെയാണ് മഹാഗുരു സ്വകൃതി നമ്മളിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നന്നായി പഠിക്കുക. ആത്മോപദേശ ശതകത്തിന്റെ 50-ാമത്തെ ശ്ലോകം. നാം ശരീരമല്ല അറിവാകുന്നു എന്ന അനുഭവം, ഒരു ബ്രഹ്മനിഷ്ഠന്റെ സ്വരൂപം അല്ലെങ്കിൽ സ്വാനുഭവം 50-ാമത്തെ പദ്യത്തിന്റെ പ്രതിപാദ്യമാണ്, അല്ലെ. ഈ അനുഭവം തന്നെയാണ് നാം ശരീരമല്ല അറിവാകുന്നു എന്ന് ഗുരു പറഞ്ഞത്, അല്ലെ. ആത്മോപദേശ ശതകം ഗദ്യപ്രാർത്ഥനയുടെ വ്യാഖ്യാനാണ്. ഗദ്യപ്രാർത്ഥനയിലെ ഓരോ പദങ്ങളും ഗുരു എത്രയോ ശ്ലോകങ്ങൾ കൊണ്ടാണ് ആത്മോപദേശ ശതകത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഗദ്യപ്രാർത്ഥന കഴിഞ്ഞാണ് ആത്മോപദേശ ശതകത്തിന്റെ രചനാ കാലഘട്ടം പോലും വരുന്നത്. അപ്പോ ആ ഒരു അനുഭവമാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പോൾ ഇന്നും നമുക്ക് ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം ഒരു ചതയ പ്രഭാഷണത്തിന് വിളിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയോ? അവർ പറയുന്ന ടോപ്പിക് എന്താണെന്നറിയോ? ഇപ്പോഴും നമ്മളെ ഏതാണ്ട് ഇരുട്ടിൽ തപ്പുന്ന ആളുകളായിട്ട് ഇങ്ങനെ ജീവിക്കുക. ഈശ്വരനെ തേടിയുള്ള നമ്മുടെ യാത്രയ്ക്ക് എവിടെ അവസാനം? നടക്കുവാണിങ്ങനെ, അല്ലെ. ഈശ്വരൻ തന്നിലിരുന്ന് പ്രകാശിക്കുന്ന ചൈതന്യമാണെന്ന് എത്രയോ കൃതികളിലൂടെ എത്രയോ വാക്കുകളിലൂടെ പറഞ്ഞു വെച്ചു. എന്നിട്ട് നാം സമ്പാദിക്കുന്ന ധനവുമായി ഓടുകയാണ് എന്തൊക്കെയോ നേടാനായിട്ട്, അല്ലെ. അപ്പോഴും നമ്മുടെ ഈ ഇരുട്ട് മാറിയിട്ടില്ല. അപ്പൊ പറയുന്നതാണ് നിങ്ങൾക്ക് സംസാരിക്കേണ്ട വിഷയം ഗുരു ഈശ്വരനാണെന്നുള്ളതാണെന്ന്. ഈശ്വരീയ ഭാവമാണ് പറയേണ്ടത്. നമ്മൾ പഠിച്ചില്ലേ, മുന്നേറിയില്ലേ? ഈ പ്രപഞ്ചത്തിൽ ഓരോ ചരാചരങ്ങളിലും ഈശ്വരീയത്വം ദർശിച്ചുകൊണ്ട് നാം ശരീരമല്ല അറിവാണ് എന്ന് പറഞ്ഞ ഗുരു, അറിവതു നാം അതു തന്നെ മറ്റുമെല്ലാവരും അതിതാൻ വടിവാർന്നു നിന്നിടുന്നു എന്ന് പറഞ്ഞ ഋഷീശ്വരന്റെ വാക്കുകള് വളരെ ശ്രദ്ധയോടെ നമ്മൾ പഠിക്കണം. ഈ ലോകത്ത് സർവ്വതും അറിവ് ശരീര ആകാരം കൊണ്ട് നിൽക്കുന്നതാണ്. അതാണ് നമ്മൾ അറിയേണ്ടത്. നാമും ഈ ലോകത്തെ സകലതും ഈശ്വരാംശം തന്നെയാണെന്നാണ് പറഞ്ഞു വന്നത്. നമ്മൾ വേറെ ആരും അല്ല. നമ്മൾ ഈശ്വര ചൈതന്യം തന്നെയാണ്. ഈ ജഡമായ ശരീരം കൊണ്ട് മൂടി വെച്ചിരിക്കുന്ന, പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആ ആത്മീയ അംശത്തെ അറിയുക എന്നുള്ളതാണ് ഓരോ മനുഷ്യന്റെയും ലക്ഷ്യം. ഈ എന്താ പറയുക, ജഡമായി ചലിച്ച് പരിണമിച്ച് മരണത്തിലേക്ക് നടന്നെടുക്കുന്ന ഈ ശരീരത്തെ മാത്രം താലോലിച്ചുകൊണ്ട് ഓമനിച്ചുകൊണ്ട് എത്രയോ ജന്മങ്ങളായി നമ്മളെ കടന്നു പോകുന്നു. എന്നിട്ട് നമ്മളിപ്പോൾ ഈ ഗുരുവിനെ ഈശ്വരനാണെന്നൊന്ന് പറയാമോ എന്നാ ചോദിക്കണത്. അപ്പോഴും നമ്മളിൽ ഇരിക്കുന്ന ഈശ്വരീയ ഭാവത്തെ നമ്മൾ എപ്പോഴോ നമ്മൾ കണ്ടിട്ടേയില്ല. അത്രയും അന്ധകാരാവൃതമാണ് ഇന്നും മനുഷ്യൻ, അത്രയുമാണ്. അപ്പോൾ കാരണം ഗുരുവിന്റെ കൃതികൾ പഠിക്കാനോ അതിലേക്ക് ഇറങ്ങാനോ നമ്മളാരും തയ്യാറാവുന്നില്ല എന്നുള്ളതിന്റെ തെളിവുകളാണ് അതൊക്കെ. അപ്പോൾ ഈ ലോകത്തും പരലോകത്തും കാണുന്ന സകലതും ഒരേ ഒരു ഈശ്വര ചൈതന്യം വടിവാർന്നു നിൽക്കുന്ന ഭാവരൂപത്തിലും ഉണ്മയുടെ രൂപത്തിലും അഭാവം ഇന്മയുടെ രൂപത്തിലും അസത്തിന്റെ രൂപത്തിലുമൊക്കെ പ്രതിഭാസിക്കുന്നതാണ് എന്ന് നമ്മൾ കുറേ സൂത്രങ്ങളായി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് വരും. അതുകൊണ്ട് അത് തന്നെ പറയാണ്, അറിവിലിരുന്ന് അസത് അസ്ഥി എന്നിങ്ങനെ അസംഖ്യം ഒരേ ഒരു ബോധത്തിൽ ഇരുന്നു കൊണ്ട് ഉണ്ട് ഇല്ല എന്നിങ്ങനെ അസംഖ്യം
ഭാവാഭാവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഭുവനം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നത് എന്ന് അതിൻ്റെ അടിസ്ഥാനമാണ് മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മസത്യത്തിൽ നിന്ന് സ്പന്ദിച്ചുയർന്ന മായാശക്തിയിലാണ് ഈ സത്ത് അസത്ത് എന്നീ പ്രതീതികളടങ്ങുന്ന ആ പ്രാപഞ്ചിക ലോകം നിലനിൽക്കുന്നത്. ബ്രഹ്മസത്യത്തിൽ നിന്ന് തന്നെ സ്പന്ദിച്ചുയർന്ന മായാശക്തിയിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ മായയെയാണ് നാം താലോലിക്കുന്നത് എന്ന് ഒന്ന് അറിയേണ്ടതുണ്ട്. നാം ജീവൻ നമ്മളിൽ നിന്ന് ജീവൻ വിടുന്നതിൻ്റെ തൊട്ടടുത്ത നിമിഷം വരെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും എന്തൊക്കെയോ ഇവിടെ നേടാനുണ്ടെന്ന്, അല്ലേ? അതാണ് അത്രയും ഈ മായ അമേയ വൈഭവയാണെന്ന്. ഇല്ലാത്തത് ഉണ്ടാക്കി കാണിക്കുവാനായിട്ട് മായയ്ക്ക് വല്ലാത്ത ഒരു കഴിവുണ്ട്. അളക്കാനാവാത്ത കഴിവുകളോട് കൂടിയവളാണ് മായ. ഈ മായയെ തരണം ചെയ്യാനാണ് നമ്മളിതൊക്കെ പഠിക്കണം കേട്ടോ. എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഈ മനസ്സിലാകാത്ത ഭാഷയിൽ ഇത്ര കടുകട്ടിയായ പദങ്ങളൊക്കെ പഠിക്കണമെന്ന് വെച്ചാൽ അതിലേതെങ്കിലും ഒരു പദം നമ്മളെ സ്പാർക്കായാൽ മതി നമുക്ക് രക്ഷാമന്ത്രം കിട്ടാൻ. അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ മായ അമേയ വൈഭവയാണെന്ന് പറഞ്ഞാൽ അളക്കാനാവാത്ത, ആർക്കും നിർണയിക്കാനാവാത്ത അപരിമേയമായ വൈഭവത്തോടെ കഴിവോട് കൂടിയവളാണ് മായ. അതുകൊണ്ടാണ് അഘടിത ഘടന പടീയസി മായ എന്ന് പറയുന്നത്. മായക്കുള്ളൊരു സ്വഭാവം എന്താണെന്നറിയോ? അഘടിതം, യുക്തമല്ലാത്തതിനെ ഘടന ചേർപ്പിക്കുന്നതിനെ, ആ യുക്തമല്ലാത്തതിനെ യുക്തമാക്കി കാണിക്കുന്നതിന് പടീയസി സമർത്ഥ്യമുള്ളവളാണ് മായ. ഇപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ ഇപ്പം നമ്മുടെ ശരീരമൊക്കെ ഇത്തിരി സൗന്ദര്യമൊക്കെ ഉണ്ട്, ഇതൊക്കെ വലിയ സത്യമാണ്, എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കും നമ്മൾ കരുതും. നമ്മുടെ മക്കള്, നമ്മുടെ സമ്പത്ത്, നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന സ്ഥാനമാനങ്ങൾ, പദവികൾ എല്ലാം 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 മറ്റുള്ളവർക്കെല്ലാം വിട്ടുപോകും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കുറേ കാലം ഉണ്ടാകും എന്നൊരു മായ നമ്മളെ ഇങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാലോ നമ്മുടെ ജീവിതം ഓരോ നിമിഷങ്ങൾ കഴിയുന്തോറും നമ്മൾ ചെന്ന് വീഴുന്നത് എന്താ പറയുക, കാലം നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷങ്ങളും കടക്കുമ്പോഴും നമ്മൾ ശരിക്കും ഈ ശരീരത്തിൻ്റെ ജീർണാവസ്ഥയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ശരീരത്തിൽ ഇരിക്കുന്നവരായി നാം ഈ ശരീരത്തെ ചൈതന്യവത്താക്കി വെക്കുന്ന ആത്മസ്വരൂപത്തെ അറിഞ്ഞാൽ അത് കൂടുതൽ 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 ആ ശരീരത്തിൽ നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ അവ തെളിഞ്ഞു വരും. ശരീരവും നമുക്ക് ആരോഗ്യമായിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ ആ ആത്മചൈതന്യത്തിൻ്റെ തേജസ് നമുക്ക് ഈ ലോക ജീവിതത്തിൽ അതിൻ്റെ പ്രകാശത്തിൽ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായി ഇവിടെ ജീവിക്കാൻ സാധിക്കും. ഇപ്പം നമുക്കൊരു കാര്യം അറിയാതെയും ജീവിക്കാം, അറിഞ്ഞും ജീവിക്കാം. എൻ്റെ ഉള്ളിൽ ഈശ്വരൻ കൊളുത്തി വെച്ചിരിക്കുന്ന ഒരു വിളക്കുണ്ടെന്നും ആ വിളക്കിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നതെന്നും അറിഞ്ഞും ജീവിക്കാം. ആത്മാവ് എന്നൊന്നില്ല എന്നും ഞാൻ ജീവിക്കുന്നത് ഈ ശരീരത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് എന്ന് കരുതുന്ന രണ്ടാളും ജീവിച്ചു പോകും. കാര്യം എന്താന്ന് വെച്ചാൽ, ഒരാള് ഈ ലോക ജീവിതത്തിൽ ഗുരു പറഞ്ഞ ഗുണം കെട്ട് ദുഃഖിച്ചു പോകാനായിക്കല്ല, അല്ലേ? അവരെവിടെയൊക്കെ ആയിരിക്കും മനസ്സ് വെക്കുക? പണത്തിലും പെണ്ണിലും മണ്ണിലും ഒക്കെ മനസ്സ് വെച്ച് ഇവിടെ നിന്ന് അവസാനം ഈ നേടിയതിനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടായിരിക്കും ഈ ലോകത്തുനിന്ന് പോകുക. പക്ഷെ ഇതിനപ്പുറം എന്നിലിരിക്കുന്ന ആത്മീയാംശത്തെ അറിഞ്ഞനുഭവിച്ച് ജീവിക്കുന്നവർക്ക് ഈ ലോക ജീവിതത്തിലെ ഏത് ദുഃഖങ്ങളെയും തരണം ചെയ്യാനുള്ള ശക്തി അവർക്ക് കിട്ടുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഗുരുക്കന്മാരൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരുന്നത്, യുക്തമല്ലാത്തതിനെയെല്ലാം യുക്തമാക്കി കാണിക്കുന്നതിന് ഒരു സാമർഥ്യമുണ്ട് ഈ മായയ്ക്ക്. ആ മായയാണ് ഈ പ്രപഞ്ചമായി ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ മണ്ണിന് അനേകം പാത്രങ്ങളായിട്ട് മാറാൻ പറ്റും. അതൊരു കുലാലൻ്റെ അല്ലെങ്കിൽ ഒരു കുശവൻ്റെ സാമർഥ്യം കൊണ്ടല്ല. മാത്രമല്ല ആ മണ്ണ് പാത്രമായിട്ട് മാറിയത്, ആ മണ്ണിൽ തന്നെ പാത്രമായി മാറാനുള്ള കഴിവ്, ശക്തി ആ മണ്ണിൽ ഉള്ളടക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ മണ്ണ് പാത്രമായി മാറിയത്. സ്വർണത്തിന് ആഭരണങ്ങളായി മാറാനുള്ള ശക്തി ആ സ്വർണത്തിൽ തന്നെ ഉള്ളടക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഒരു ഗോൾഡ് സ്മിത്ത് അതിൽ നിന്ന് വിവിധങ്ങളായ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലേ? ഇനി ഈ ശക്തി ഉണ്ടെന്ന് എങ്ങനെ നമുക്ക് അറിയാം എന്ന് ചോദിച്ചാൽ, മണ്ണ് പാത്രങ്ങളായി മാറുന്നത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. അതുപോലെ ഈ ഈശ്വര ശക്തി ഈ പ്രപഞ്ചമായി മാറുന്നതിനും
ആ ബ്രഹ്മത്തിന് തന്നെ ഒരു ശക്തി ഉള്ളടങ്ങിയിട്ടുണ്ട്. ആ ശക്തിയാണ് മായ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത്, പ്രപഞ്ചത്തിൽ ഉണ്ട് എന്ന ഉണ്മ അനുഭവപ്പെടുന്നതൊക്കെ സത്താണ്. സത്ത് എന്ന് പറഞ്ഞ ഉണ്മ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, കാണപ്പെടുന്നു, അറിയപ്പെടുന്നു, അനുഭവിക്കുന്നു, ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം ഉണ്മയെ സൂചിപ്പിക്കുന്നവയാണ്. ഉണ്ട് എന്ന ഉണ്മയെ പറയുന്ന വാക്കുകളെല്ലാം, അല്ലെങ്കിൽ അനുഭവപ്പെടുന്നതൊക്കെ സത്തും, അതുപോലെ തന്നെ ഉണ്ടായി നിലനിന്നു മറയുന്ന ആഗമന സ്വഭാവമുള്ളതല്ല അസത്വമാണ്. ഒന്നുകൂടെ പറയാം, പ്രപഞ്ചത്തിൽ എപ്പോഴും ഉണ്ട് എന്ന ഉണ്മയെ അനുഭവപ്പെടുന്നത് സത്താണ്. ഇപ്പൊ ഏത് ഇരുട്ടിൽ കൊണ്ടുവച്ചാലും ഞാൻ ഉണ്ട് എന്ന അനുഭവത്തെ ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? അത് വേണ്ട, കണ്ണും മൂക്കും ചെവിയും ഒന്നുമില്ലെങ്കിലും, ആ ഗുഹയിൽ കൂരിരുട്ടാണെങ്കിലും ഞാൻ ഉണ്ട് എന്ന അനുഭവം നമുക്ക് അവിടെ ഉണ്ട്. അതിന് ഉണ്മ എന്ന് പറയാം. പക്ഷെ നമ്മുടെ ശരീരത്തിന് ഈ ജീവനില്ലെങ്കിൽ സ്വയം ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സ്വയം അനുഭവമില്ലാത്തതും, ഇപ്പം നമ്മുടെ ശരീരം ഉണ്ടായപ്പോൾ മുതൽ ഇത് ചലിച്ച് പരിണമിച്ച് എന്ത് സുന്ദരമായ നമ്മുടെ ശരീരമാണ് ഇപ്പം ഈ കോലത്തിലൊക്കെ ഇരിക്കുന്നത്, അല്ലേ? അപ്പം അത് ചലിച്ച് പരിണമിച്ചുകൊണ്ട് മാറുന്നതാണ് ഈ ജഡവസ്തുക്കൾ. അസത്തായ വസ്തുക്കൾ ഉണ്ടായി നിലനിന്ന് മറയുന്നവയാണ്. സത്തിന് ഉണ്ടാകലോ അല്ലെങ്കിൽ പിന്നെ മറയലോ ഇല്ല. അത് ശാശ്വതമായി ഇവിടെ നിലനിൽക്കുന്ന വസ്തുവാണ് ആത്മവസ്തു എന്നുള്ളത് എന്ന് നമുക്കറിയണം. അപ്പോൾ ഈ ഒരു കല്ലിനോ മണ്ണിനോ ഒന്നും സ്വയം ഉണ്ടെന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഒരു ബോധത്തിൽ മാത്രമല്ലേ അത് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധ്യമാവുകയുള്ളൂ. കാരണം കല്ലിനും വൃക്ഷത്തിനും ഒക്കെ അന്ധകരണം ലയിച്ചു കിടക്കുന്നത് കൊണ്ട് അതിന് സ്വയം ഉണ്ടെന്നറിയാനോ മറ്റൊരു വസ്തുവിന് ഉണ്ടെന്നറിയാനോ സാധ്യമാവുകയില്ല. അപ്പോൾ ദൃശ്യങ്ങൾക്ക് ഒരിക്കലും സ്വയം ഉണ്ടെന്നറിയാനാവില്ല. ഒരു ചേതനന്, ഒരു ബോധത്തിന് മാത്രമാണ് ഉണ്മയെ അറിയാനാവുക. ഉണ്മയെ അനുഭവിക്കാനും അറിയാനുമാകുന്നത് ചേതനന് മാത്രമാണ്. അതുകൊണ്ട് ചേതനന് ഭാവവും അചേതനന് അഭാവവും അറിയേണ്ടതാണ്. സത്തിന് ഭാവവും അസത്തിന് അഭാവവും അറിയേണ്ടതാണ്. ഇനി ദർശനമാലയിലെ നമ്മളെപ്പോഴും പറഞ്ഞു വരുമ്പോൾ, ദർശനമാലയിലെ മായാദർശനം വളരെ വളരെ പ്രൈമായിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും. ഇപ്പം എത്രയോ പിന്നെ സൂത്രങ്ങളിലൂടെ പറഞ്ഞപ്പോൾ നമ്മൾ അറിയാതെ ചെന്ന് അവിടെ ചെന്ന് നിൽക്കും, അല്ലേ? അപ്പോൾ നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ടീച്ചർ നമ്മൾ കൊടുക്കുന്നതൊക്കെ ഗ്രൂപ്പിലൂടെ എല്ലാ ശ്ലോകങ്ങളും എഴുതിയിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞ് അന്ന് എത്ര പറഞ്ഞു കൊടുത്താലും ടീച്ചറിന് മതിയാവില്ല. പിന്നെയും അത് ചൊല്ലിപ്പിച്ച് ടീച്ചർ പലരെയും പേഴ്സണലായി തന്നെ ടീച്ചർ ചൊല്ലിയിട്ട് ടീച്ചറിൻ്റെ ഒരു ജീവിതത്തിലാകാവുന്ന പോലെ എല്ലാം ചെയ്യുന്നുണ്ട്. വളരെ ശ്രേഷ്ഠമായ ആ ജീവിതത്തിൻ്റെ ആ ഒരു അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു ടീച്ചറിനെ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ കിട്ടിയത് തന്നെ വലിയൊരു ഗുരുവിൻ്റെ അനുഗ്രഹമായിട്ട് തന്നെ കരുതുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് കൊടുത്താൽ മതി. ഇന്നിപ്പോൾ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ടീച്ചർ എന്നോട് ചോദിച്ചു തുടങ്ങും, അതൊന്നുകൂടെ അതിൻ്റെ ഇട്ടോട്ടെ, അത് ഇന്നത് ഇട്ടോട്ടെ, അങ്ങനെ ടീച്ചർ ചോദിച്ചു തുടങ്ങും. കാരണം ഒരമ്മ മക്കൾക്ക് എന്താണോ ആവശ്യം അത് ഞാൻ മനസ്സിലാക്കുന്ന പോലെ എല്ലാവരും മനസ്സിലാക്കണം എന്നൊരു കൃപാലുത്വം ഉണ്ട്. അതുകൊണ്ടാണ് എത്രയോ ഉറക്കം വിളിച്ചാലും അതെല്ലാം എഴുതി തയ്യാറാക്കിയതിന് ശേഷമേ പിറ്റേ ദിവസത്തേക്കുള്ള തയ്യാറാക്കിയതിന് ശേഷമാണ് ഉറങ്ങാൻ പോലും പോവാറുള്ളത്, അല്ലേ? അപ്പോൾ നമ്മളൊക്കെ എല്ലാവരും ഈ ഒരു കൃപയിലാണ്, ഗുരുവിൻ്റെ ഒരു കൃപയിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ദർശനമാലയിലെ മായാദർശനത്തിലെ ഗുരു സത്ത് അസത്ത് എന്നീ രണ്ട് ഭാവങ്ങളെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ടീച്ചറിനോട് ചോദിച്ചൊരു കാര്യം തന്നെ, അതുകൊണ്ട് ഇപ്പം ഇന്ദിര ടീച്ചറിനെ ഓർമ്മ വന്നത്. അപ്പോൾ അതായത് ഒന്നിനെ ഒരു രൂപത്തിൽ അറിഞ്ഞാൽ അത് പിന്നെ മാറുന്നില്ലെങ്കിൽ അത് സത്താണ്, മാറുന്നതാണെങ്കിൽ അസത്താണ്. കാരണം ഇത് കുറേ സൂത്രങ്ങളായി ഗുരു ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആവർത്തിച്ച് പറയണ എന്തിനാന്ന് വെച്ചാൽ ആവർത്തനോ അസകൃത് ഉപദേശ, ആവർത്തിച്ച് പറയണത് ഇത് ഉറക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ബോറടി ഒന്നും ആർക്കും തോന്നണ്ട. ദർശനമാലയിൽ ഗുരു സത്ത് അസത്ത് എന്നീ ഭാവങ്ങളെ പറഞ്ഞു തരുന്നുണ്ട്. ഒരു വസ്തുവിനെ അറിഞ്ഞാൽ അത് മാറിപ്പോകുന്നതാണെങ്കിൽ അസത്ത്, മാറ്റമില്ലാത്തതാണെങ്കിൽ സത്ത്. ഇപ്പം നമ്മുടെ ശരീരം വെറുതെ ഒന്ന് എടുത്തു നോക്കിയേ. ഗർഭപാത്രത്തിലേക്ക് നമ്മൾ ജന്മം കൊണ്ടപ്പോൾ മുതൽ
ആ എരി അവിടെ കൊളുത്തിയ ആ എരി ഒരു ജീവനായി പുറത്തേക്ക് വന്ന് ശരീരത്തോടുകൂടി പുറത്തേക്ക് വന്നപ്പോൾ മുതൽ ബാല്യം, ശൈശവം, ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം, ഈ അവസ്ഥയിലൂടെയൊക്കെ ഇത് കടന്നു പോയപ്പോഴും അതിൽ മാറ്റമുള്ളത് ഏത്, മാറ്റമില്ലാത്തത് ഏത്? മാറ്റമുള്ളത് ഏതാണ്, മാറ്റമില്ലാത്തത് ഏതാണ്? അതില് കേൾക്കുന്നുണ്ടോ? എനിക്ക് മാറ്റമില്ല, എന്റെ ശരീരത്തിന് മാറ്റമുണ്ട്. അതെ, ജീവന് മാറ്റം. സിരി സാറ് എപ്പോഴും വിജിലൻ്റ് ആണ് അവിടെ. അതായത് എൻ്റെ ഈശ്വരൻ കൊളുത്തി വെച്ച ആ എരി യാതൊരു മാറ്റമില്ല. ശൈശവത്തിലുള്ള ഞാനും വൃദ്ധാവസ്ഥയിലുള്ള ഞാനും കൗമാരത്തിലുള്ള ഞാനും ആ ഈശ്വര ചൈതന്യം ഒരു മാറ്റവുമില്ലാതെ നമ്മൾ പ്രകാശിക്കുന്നു. പക്ഷേ ശരീരം അതിൻ്റെ സ്വഭാവം കാണിച്ചുകൊണ്ട് ഇങ്ങനെ ആ അതിൻ്റെ അവസ്ഥയായ ജീർണാവസ്ഥയിലേക്ക് തന്നെ അത് സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സംശയമൊന്നുമില്ല. അപ്പോൾ മാറ്റമുള്ളത് അസത്വം, മാറ്റമില്ലാത്തത് സത്വമാണ്. മാറുന്ന ശരീരത്തിൽ മാറ്റമില്ലാതെ നിൽക്കുന്ന സത്താണ് ആത്മാവ് എന്നറിയണം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അഘടിത ഘടന പടീയസി മായ എന്ന് പറഞ്ഞു. ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി കാണിക്കുന്നതിൽ ആ ജഗദീശ്വര ശക്തിയെ വിവിധ നാമങ്ങളിൽ ആ മായയെ ഗുരു പറഞ്ഞു തരുന്നുണ്ട്. വിദ്യയെന്നും അവിദ്യയെന്നും പരയെന്നും അപരയെന്നും തമസെന്നും പ്രധാനമെന്നും പ്രകൃതി എന്നൊക്കെ ഗുരു പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയുന്ന രീതിയിൽ പഠിച്ചു വയ്ക്കുക. വേദാന്ത ശാസ്ത്രത്തിൻ്റെ സത്തയാണ് ഗുരു എടുത്ത് മായാദർശനത്തിൽ തന്നേക്കുന്നത്. ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഈശ്വരശക്തി പ്രപഞ്ചമായി വന്നേക്കുന്നത്? ഇതൊക്കെയല്ലേ നമ്മൾ വലിയ വലിയ ചർച്ചകളിലും ക്ലാസ്സുകളിലും ശിവഗിരിയിലൊക്കെ വലിയ ജ്ഞാന സദസ്സുകളൊക്കെ നടത്തുമ്പോൾ ഇതൊക്കെയല്ലേ നമ്മൾ വിചാരം ചെയ്യേണ്ടത്. നമ്മൾ ഓർക്കും പലപ്പോഴും ഇപ്പം സുന്ദരേശൻ സാറ് പോയിരുന്നിട്ട് പറയും, കിട്ടാണ്ട് ഒരു സാറിൻ്റെ ഒരു പ്രത്യേക രീതിയിലാണ്. സാറിന്ന് കയറിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇങ്ങനെ ഒരു വർഷത്തേക്കുള്ളത് ചാർജ് ചെയ്തു എന്നാണ് സാറ് പറയുന്നത് അല്ലേ. അപ്പോഴും സാറിന് എവിടെയൊക്കെയോ ഇനിയും കിട്ടാനുള്ളത് ഇനിയും കിട്ടിയില്ല എന്നൊരു തോന്നലാണ്. കാരണം നമ്മൾ എപ്പോഴും ഈ ആനന്ദം തേടി നടക്കുന്നതുകൊണ്ട് ഞാൻ എവിടെ ഉണ്ടോ അവിടെ എല്ലാവരും ഉണ്ടാവും. അപ്പം അതുപോലെ ഗുരു പറഞ്ഞിരിക്കുന്ന ഈ സത്ത്, അതായത് ഏതൊക്കെയാണ്? വിദ്യ അവിദ്യ, പര അപര, തമ പ്രധാനം, പ്രകൃതി. വിശദീകരിക്കണമെന്ന് തോന്നുന്നു, കാരണം പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. വിദ്യാശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രപഞ്ചത്തിന് ആധാരമായ ഒരു ഈശ്വര സത്യം ഉണ്ടെന്നറിഞ്ഞ് ജീവിക്കുക എന്ന് നമ്മളെ കാട്ടിത്തരുന്ന ശക്തിക്കാണ് വിദ്യാശക്തി എന്ന് പറയുന്നത്. അവിദ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആത്മാവോ ഒരു ഈശ്വര ശക്തിയോ ഒന്നുമില്ല, എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമാണ് സത്യം, ഈ ശരീരമാണ് സത്യം എന്ന് കണ്ണിൽ കണ്ടത് മാത്രം സത്യമെന്ന് കരുതി വിശ്വസിപ്പിക്കുന്ന ഒരു ശക്തിക്കാണ് അവിദ്യ എന്ന് പറയുക. ലോകത്തിൽ ഒരു 99% അവിദ്യാശക്തിയിലായിരിക്കണം. കുറച്ച് എന്താ പറയുക, ജ്ഞാനത്തിൻ്റെ ഗരിമയുള്ളവർക്കാണ് ഇങ്ങനെയുള്ള വേദികളിൽ എത്തപ്പെടാനും ചെവിയിലേക്ക് ഇതൊക്കെ കേൾക്കാൻ, എന്തോ മുജ്ജന്മ പുണ്യം കൊണ്ടൊക്കെ നമുക്ക് ഇതിങ്ങനെ ഒന്നുണ്ട് എന്നൊക്കെ ശ്രമിക്കാൻ ഒരു അവസരം പോലും വരുള്ളൂ. പിന്നെ പറയുന്നത് ഗുരു പറഞ്ഞ പര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇന്ദ്രിയങ്ങളെയും ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളെയും പഞ്ചപ്രാണനെയും ബുദ്ധിയെയും മനസ്സിനെയൊക്കെ ഉണ്ടാക്കി കാണിക്കുന്ന ജഗദീശ്വര ശക്തിക്കാണ് പര എന്ന് പറയുക. അപര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സത്യമെന്ന രീതിയിൽ അനുഭവിപ്പിക്കുന്ന ശക്തിക്ക് അപര എന്ന് പറയും. എത്ര സൂക്ഷ്മമായാണ് ഗുരു വേദാന്തത്തിൻ്റെ ആ അഗാധ തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അപര കഴിയുമ്പോൾ തമസ്, നമ്മൾ ഒരു ഈശ്വര ശക്തിയാണെന്ന് നമ്മളെ ആ ശക്തിയെ മറച്ചുകൊണ്ട് നമ്മുടെ ജന്മാന്തര കർമ്മവാസനകൾ നിൽക്കുന്നുണ്ട്. അതിനെയാണ് ഇരുട്ടെന്ന് പറയുക. ഈ ഇരുട്ടിലാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. ആ ഇരുട്ടിന്ന് കൂരിരുട്ടായി മാറിയിരിക്കുന്നു ലോകത്ത്. ലോകം ഒന്ന് കൂരിരുട്ടിലാണ്. ആത്മവിദ്യക്ക് സങ്കോചം ഉണ്ടാകുമ്പോൾ ഈ ലോകം ഒരു പിശാചിനെ എന്ന പോലെ നമ്മളെ ഇവിടുത്തെ വസ്തുക്കൾ ഭയപ്പെടുത്തും എന്ന് പറഞ്ഞത് എത്രയോ സത്യമാണെന്ന്. അപ്പോൾ അതുപോലെ തന്നെ പ്രധാനം, ഗുരു പറയാണ് പ്രധാനം പരിചയപ്പെടുത്തി തരിക. ഒരു 500 വർഷത്തോളമെങ്കിലും നിലനിൽക്കുന്ന ഒരു വൻമരമായി മാറുന്ന ആൽമരത്തിൻ്റെ എല്ലാ സാധ്യതകളും ഒരു കുഞ്ഞ് അരിമണി പോലെയുള്ള ഒരു കുഞ്ഞ് തരിയിലേക്ക് ഉള്ളടക്കി വെച്ചിരിക്കുന്ന ജഗദീശ്വര ശക്തിക്കാണ് പ്രധാനം എന്ന് പറയുന്നത്.
ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പ്രഭാത സഞ്ചാരത്തിന് പോകുമ്പോൾ അവിടുത്തെ തിരുവുള്ളത്തിൽ നിന്ന് ഊറി വന്ന സ്വാനുഭവമാണ് അമല നിത്യാനന്ദ സ്വാമികൾ പകർത്തി വെച്ചത്, അല്ലേ? അപ്പോൾ ഇനി ഗുരു ആരാണെന്നുള്ള ഗുരുവിൻ്റെ ഈശ്വരീയ ഭാവം പ്രസംഗിക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഗുരുവിൻ്റെ കൃതി എടുത്ത് വെച്ച് പഠിക്കണ്ടേ? ആണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ പ്രധാനം പറഞ്ഞു, ഈ അതുപോലെ എങ്ങനെയാണോ ബീജത്തിൽ ഈ ഒരു വലിയ വൃക്ഷത്തെ അടക്കി വെച്ചിരിക്കുന്നത്, അതുപോലെ ഈ പ്രപഞ്ചത്തെ ആകെ ആ ജഗദീശ്വര ശക്തിയിൽ അടക്കി വെച്ചിരിക്കുന്ന ആ സൂക്ഷ്മ രൂപത്തെയാണ് പ്രധാനം എന്ന് പറയുന്നത്. പിന്നെ പ്രകൃതി, നമ്മൾ ഓരോരുത്തരും ഓരോ പ്രകൃതിക്ക് അനുയോജ്യമായി വന്നവരാണ്, അതനുസരിച്ച് നമ്മൾ ചലിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒന്നായ സത്വരജസ്തമോ ഗുണങ്ങളെ മൂന്നാക്കിക്കൊണ്ട് ഈ പ്രപഞ്ച സംവിധാനത്തെ ഉണ്ടാക്കുന്ന ഈശ്വരശക്തിയെ പ്രകൃതി എന്ന് പറയുന്നു, അല്ലെ? അപ്പൊ അങ്ങനെ വിദ്യ, അവിദ്യ, പര, അപര, തമഹ, പ്രധാനം, പ്രകൃതി എന്നിങ്ങനെ ഈ ഈശ്വരമായ എങ്ങനെയാണ് പ്രപഞ്ചമായി മാറിയിരിക്കുന്നതെന്ന് ഗുരു വളരെ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ അറിയേണ്ട ഒന്ന് മാത്രമാണ്, ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട്, ബോധമില്ലയോ പ്രപഞ്ചമില്ല. ബോധമുണ്ടോ അവിടെ ശബരിമല ശാസ്താവുണ്ട്, ഗുരുവായൂരപ്പനുണ്ട്, അതുപോലെ വിഷ്ണു ഉണ്ട്, പഴനി മുരുകനുണ്ട്. എല്ലാം തോന്നിയത് എൻ്റെ ബോധത്തിലാണ്. എൻ്റെ ബോധത്തിൽ സ്ഫുരിക്കുന്ന ചൈതന്യങ്ങൾ മാത്രമാണ് ഈ വിശ്വത്തിലെ പ്രാപഞ്ചിക ശക്തികളായ ദേവതകൾ എന്ന ഒരു അറിവ് നമുക്കുണ്ടാകണം. ഗുരുവായൂരപ്പനെ കാണാൻ പോകണമെന്ന് ആദ്യം ഉണ്ടായത് എൻ്റെ ബോധത്തിലല്ലേ? ആ ബോധമില്ലെങ്കിൽ ഗുരുവായൂരപ്പനുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ എന്നിൽ കൊളുത്തി വെച്ചിരിക്കുന്ന ഈ ബോധത്തെ എന്ന് നമ്മൾ അറിയുന്നുവോ, കയ്യിലിരിക്കുന്ന കൽപ്പക വിഷക്കനിയെ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുവോ, അനുഭവിക്കാൻ സാധിക്കുന്നുവോ, അന്ന് നമ്മൾ ഈ ലോക ജീവിത യാത്ര സാർത്ഥകമാകുകയും എല്ലാത്തിനെയും അൻപാർന്ന് കാണാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ ബേസാണ് വേദാന്തത്തിന്റെ ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട്, ബോധമില്ലയോ പ്രപഞ്ചമില്ല എന്നുള്ളത്. കാരണം ഇത് അനുഭവിച്ചത് മനനത്തിൽ, ശ്രവണം അവർക്ക് വേണ്ട, മനന നിധിധ്യാസനങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന സത്യാന്വേഷിക്ക് നിലനിൽപ്പിന്റെ ഭാഗമായി രണ്ട് ഘടകങ്ങളെ ഇവിടെ ഉള്ളൂ എന്ന് മനസ്സിലായി, അല്ലേ? അത് ഒന്ന് ബോധവും ജഡവും, സത്തും അസത്തും. അതാണ് ഗുരു പറഞ്ഞത്, സത് ശബ്ദ ആദയ അസദഭാവശ്ചേദിയും. സത്തിന് ഭാവവും അസത്തിന് അഭാവവും കൽപ്പിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന സത്തും അസത്തും കൂടിക്കലർന്ന ഈ പ്രാപഞ്ചിക അനുഭവത്തിലാണ് എന്ന് അറിയണം. അതിൽ നിന്ന് ഈ സത്തിനെ നമ്മൾ മാറ്റിയെടുത്ത് ആ സത്താണ് ഈ പ്രപഞ്ചശക്തിയും ഞാനുമായി ഇരിക്കുന്നത് എന്നൊരു ബോധത്തിലേക്ക് നമ്മൾ എത്താനുണ്ട്. അതിനാണ് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത്. അപ്പോൾ എല്ലാ തലത്തിലും ബോധത്തെ അനുഭവിക്കുന്ന, ഉണ്മയെ അനുഭവിക്കുന്ന ശക്തിക്കാണ് സച്ചിദാനന്ദം എന്ന് പറയാ. ഒരു ദേവദശത്തിൽ പറഞ്ഞില്ലേ, നീ സത്യം ജ്ഞാനം ആനന്ദം, അല്ല? അപ്പോൾ എല്ലാ തലത്തിലും, അതായത് സത്തിന്റെ തലത്തിലാണെങ്കിലും, ചിത്തിന്റെ തലത്തിലാണെങ്കിലും, ആനന്ദത്തിന്റെ തലത്തിലാണെങ്കിലും, ഈ 3 തലത്തിലും ബോധത്തെ അനുഭവിക്കുന്ന ആ ശക്തിവിശേഷമാണ് സച്ചിദാനന്ദം. നിലനിൽപ്പിനെ അനുഭവിക്കുന്ന ബോധം. സത്ത് എന്ന് പറഞ്ഞാൽ ഉണ്മയല്ലേ? ചിത്തം എന്ന് പറഞ്ഞാൽ ഉണ്മയെ അനുഭവിക്കുന്ന ബോധം. ആനന്ദം എന്ന് പറഞ്ഞാൽ ആ ഉണ്മയെ ബോധത്തിൽ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തിനെയാണ് ആനന്ദം എന്ന് പറയുക. നമ്മൾക്കിപ്പോൾ അത് ദുഃഖമായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. രാഗവും ദ്വേഷവും കാമവും ക്രോധവും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇതിനെ അനുഭവിക്കുന്നത്. കാരണം നമ്മുടെ മനസ്സിന്റെ വാസന അനുസരിച്ച്. സത്യത്തിൽ പറഞ്ഞാൽ ഇത് ആനന്ദാനുഭവമാണ് നമ്മൾ പ്രപഞ്ചത്തിൽ അനുഭവിക്കേണ്ടത്. പക്ഷെ നമുക്കത് രാഗദ്വേഷാദികൾ കളയാത്തത് കൊണ്ടാണ് നമുക്കിവിടെ വിവിധ വികാരങ്ങളായിട്ട് നമ്മൾ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വയം അനുഭവമില്ലാതെ കേവലം സച്ചിദാനന്ദത്തിൽ ചിത്തിന്റെ അനുഭവത്തിന് പാത്രമാവുക മാത്രം ചെയ്യുന്ന ഘടകമാണ് ജഡം. മനസ്സിലാക്കണം. സ്വയം അനുഭവം ഇല്ല. സച്ചിദാനന്ദത്തിലെ ചിത്ത്, ബോധത്തിൽ മാത്രം പ്രകാശിക്കുന്ന ആ അനുഭവമാണ് ജഡത്തിൻ്റെത്. കാരണം അത് അഭാവരൂപമാണ്. ജഡത്തിന് എപ്പോഴും ജനനവും ക്ഷയം ഇതൊക്കെ ജഡത്തിനുണ്ടാവും. അത് ജഡസ്വഭാവമാണ്. സ്വഭാവ പരിണാമം ഇല്ലാത്തത് സത്വമാണ്.
കുറച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആയതുകൊണ്ടാണ് ഇത്തിരി സ്പീഡിൽ പോണത് കേട്ടോ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാവത്തിൻ്റെയും അഭാവത്തിൻ്റെയും കൂടിക്കലർപ്പാണ് പ്രപഞ്ചം. ഇതില് ഭാവത്തിന് ഉണ്മയും അഭാവത്തിന് ഇന്മയും ഗ്രഹിക്കണം. ഇതാണ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ഭാവ അഭാവങ്ങളുടെ കൂടിക്കലർപ്പാണ് പ്രപഞ്ചം. അതിൽ ഭാവത്തിന് ഉണ്മയും അഭാവത്തിന് ഇന്മയും അല്ലെങ്കിൽ അതായത് അസത്തും കൽപ്പിക്കണം എന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ അത് തന്നെയല്ലേ ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ടു നീ ചരിക്കമുക്തനായി എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ. അതായത് ഈശ്വരൻ ഈ ലോകത്തിലെ എല്ലാത്തിനെയും സൃഷ്ടിച്ച് അതിൽ കടന്നു നിൽക്കുന്നു. ഒരു കുഞ്ഞു മൺതരിയിൽ പോലും സ്പന്ദനമുണ്ട്, ഈശ്വരശക്തിയുടെ സ്പന്ദനമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഋഷിമാരെ. ഈശൻ ഈ ജഗത്തിൽ മുഴുവൻ വസിക്കുന്നു. മണ്ണിലും പുല്ലിലും പുഴുവിലും തൂണിലും തുരുമ്പിലും ഒക്കെ ഈശ്വരൻ ഉണ്ടെന്ന് പറയണതിൻ്റെ അർത്ഥം എന്താ അല്ലേ. ഒരു കവി ഒരു ഗാനം രചയിക്കുമ്പോൾ പോലും മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും അല്ലേ ദൈവം ഇരിക്കുന്നു, അവൻ കരുണാമയനാം കാവൽ വിളക്കായി കരളിലിരിക്കുന്നു. വലിയ വേദാന്തമാണത്. എന്നെ സ്പന്ദിപ്പിക്കുന്ന ആ സൂക്ഷ്മാംശം തന്നെയാണ് ഒരു പുൽക്കൊടിയെ ഒരു നാമ്പ് വരാൻ ഒരു ചലിക്കാൻ ശക്തിയായി നിൽക്കുന്ന ഈശ്വരശക്തിയെ അറിയുമ്പോൾ നമ്മളൊക്കെ കരഞ്ഞു പോകും. ഈ ഈശ്വരശക്തിയെ അറിയാതെ ഇന്ന് ജീവിക്കുന്ന മനുഷ്യരെ ആണ് ഈ ലോകത്തെ ഏറ്റവും ഇരുട്ടാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നിലനിൽപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും ജഡത്തെ അറിയുവാൻ ബോധം കൂടി മാറ്റമില്ലാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ബാല്യം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടക്കുമ്പോഴും യൗവനം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോഴും ഒക്കെ ആ മാറുന്ന ശരീരത്തിൽ മാറ്റമില്ലാത്ത ബോധം എപ്പോഴും കടന്നു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് സത്തും അസത്തും, സത്തിന് ഭാവവും അസത്തിന് അഭാവവും കൽപ്പിക്കണം എന്ന് ആ ദാർശനികമായ ആ വേദാന്ത സൂത്രത്തിലൂടെ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത് ഗുരുവിന്റെ മറ്റ് കൃതികളുടെ എല്ലാം സത്ത് ആറ്റി കുറുക്കി സൂത്രരൂപത്തിൽ തന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സൃഷ്ടിയെ നമുക്കൊന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടിയെ പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ജഗദീശ്വര ശക്തി എങ്ങനെയാണ് പ്രപഞ്ചമായി വന്നത്, ദർശനമാലയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു. ഇനി വേദാന്ത ശാസ്ത്രം സൃഷ്ടിയെ പറയുമ്പോൾ എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു അചഞ്ചലമാണ്. ബ്രഹ്മസത്യം അചഞ്ചലമാണ്, ചലിക്കുന്നില്ല. അത് നമ്മൾ മുനിചര്യാ പഞ്ചകത്തില് 5ാമത്തെ ശ്ലോകം വിചാരം ചെയ്തപ്പോൾ ആ അചഞ്ചലമായ ബോധത്തിന് ഒരു വാക്ക് നമ്മൾ പ്രയോഗിച്ചു. ആ വാക്ക് ഏതാന്ന് പറയാമോ? മുനിചര്യാ പഞ്ചകം വിചാരം ചെയ്ത സമയത്ത് ആ അചഞ്ചലമായ ബോധത്തെ ഒരു വാക്ക് ഉപയോഗിച്ച് പറഞ്ഞു. ഇത്ര സൂക്ഷ്മമായി പഠിക്കുന്നവരാരെങ്കിലും ഉണ്ടോ എന്നറിയാനാ. ഏതാ വാക്കെന്ന് പറയാമോ? ടീച്ചർ ഏകദേശം അടുത്ത് വരുന്നുണ്ട്. സൃഷ്ടി അചഞ്ചലമായ ബോധം, ആ ബോധത്തിൽ ചലനമില്ലാത്ത ആ ബോധസത്ത. വെരി ഗുഡ് ടീച്ചർ. സ്ഥിമിതം അല്ലെ, സ്ഥിമിതം, നിമ്നം അല്ലെ, ചലിക്കാത്തതാണ്, ആഴത്തിലുള്ളതാണ്, അണുവാണ്, അഗർവമാണ് എന്നൊക്കെ നമ്മളെ ജഗദീശ്വര ശക്തിയെ പറഞ്ഞതാണ്. അപ്പോൾ ആ സ്ഥിമിതമായിരിക്കുന്ന അചഞ്ചലമായിരിക്കുന്ന ബോധത്തിൽ ശക്തി സ്പന്ദിക്കുകയാണ്. ഒന്ന് ചലിച്ചു. ശ്രദ്ധിച്ചോണം കേട്ടോ. ഒരൊറ്റ ഇതിന് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങൾ ഒത്തിരി പോയിട്ടുള്ളതാ ഇതിലൂടെ. ആദ്യം വെറുതെ ചാലനമൊന്നുമില്ലാത്ത ഒരു ചെറിയ അല പോലും ഇല്ലാത്ത ഒരു നദി ഇങ്ങനെ കിടക്കുക. അതിനകത്തൊക്കെ ഒരു ചെറിയ സ്പന്ദനം വന്നാൽ മതി, അവിടെ സൃഷ്ടി നടന്നു. അതുപോലെ തിരമാലകൾ ഇഷ്ടം പോലെ വരും. കുഞ്ഞു കല്ലെടുത്തിട്ടാൽ മതി. ഇവിടെ അചഞ്ചലമായ ജഗദീശ്വര ശക്തിയുടെ ആ ശക്തി ഒന്ന് സ്പന്ദിച്ചു. സ്പന്ദിച്ചപ്പോൾ ആദ്യം ഉണ്ടായത് ആകാശമാണ്. ശൂന്യതയുടെ പ്രതീതി ഉളവാക്കിക്കൊണ്ട് ആകാശം. വെറുതെ എഴുതി വെക്കുക, ബ്രഹ്മശക്തി സ്പന്ദിച്ച് ഒരാറ് ഇട്ടിട്ട് എഴുതുക ആകാശം. ശൂന്യതയുടെ പ്രതീതി ഉളവാക്കിക്കൊണ്ട് ആകാശം ഉണ്ടായി. അപ്പൊ സൃഷ്ടിയിൽ ആദ്യം ഉണ്ടായത് ആകാശമാണ് അല്ലെ. തസ്മാദ്വായേ തസ്മാദാത്മനഃ ആകാശ സംഭൂത അല്ലെ. ആകാശം
ആദ്യം ആകാശം ഉണ്ടായി. ഈ ആകാശം വന്നപ്പോൾ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി ഉണ്ടായി. അതെന്താ? എന്തോ? സ്പേസ് അല്ല, ഇടം ഉണ്ടായി. പിന്നെ അതിന്റെ കൂടെ എന്തും കൂടി വന്നു? ആകാശത്തിന്റെ ഗുണം എന്താണ്? ശബ്ദം, നാദം അല്ലെ? ശബ്ദം അല്ലെങ്കിൽ നാദം. അപ്പൊ ധ്വനിമയമായി ഗഗനം ജ്വലിക്കും എന്ന് പറയാ. ശബ്ദത്തോടു കൂടിയാണ് ആകാശം വന്നത്. അപ്പൊ അവിടെ ആ ശബ്ദവും ആ സ്പേസും ആ ശക്തിസ്പന്ദനവും ജഡാണ്. അത് പറയാനാണ് അസത്താണ്. അതിൽ തുടിച്ച അതുണ്ടാക്കാൻ കാരണമായ ജഗദീശ്വര ശക്തി മാത്രമാണ് സത്ത്. ആകാശവും ശൂന്യതയും ശബ്ദവും ജഡമാണ്, അസത്താണ്. ഇനി അപ്പോ ജഗദീശ്വര ശക്തി സ്പന്ദിച്ചു. അതിൽ നിന്ന് ആദ്യം ആകാശം ശൂന്യതയുടെ പ്രതീതി ഉളവാക്കിക്കൊണ്ടാണ് ആകാശം, സ്പേസ്, എല്ലാത്തിനും ഇരിക്കാനുള്ള ഇടം. അത് ശബ്ദത്തോടു കൂടിയാണ് അത് ഉണ്ടായത്, ധ്വനിമയമായാണ് അല്ലെ? അപ്പോൾ അതില് വീണ്ടും ശക്തി സ്പന്ദിച്ചു. അടുത്തത് ഒരാരും ഇട്ടിട്ട് എഴുതുക. അതിൽ ശക്തി സ്പന്ദിച്ച് പ്രാണൻ. ആകാശവും ചലിച്ചപ്പോഴാണ് നമ്മളിലൊക്കെ തുടിക്കുന്ന പ്രാണൻ ഉണ്ടായത്. പ്രാണൻ, ആ പ്രാണൻ, അതിലെ ഓരോ സ്പന്ദനവും, ആ പ്രാണൻ സ്പന്ദനമാണല്ലോ പ്രാണന്റെ സ്വഭാവം. ഓരോ പ്രാണസ്പന്ദനവും ബോധാംശം ഉൾക്കൊള്ളുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഹൃദയം ഇടിക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാൽ കർമ്മബഹുളമാണ്, ചലനാത്മകമാണ് അല്ലേ? ഇപ്പോ ആ ചലനത്തെ മുഴുവൻ അടക്കി, മനോവൃത്തികളെല്ലാം അടക്കി വരുമ്പോഴാണല്ലോ തഥാ ദ്രഷ്ടു സ്വരൂപേ അവസ്ഥാനം അല്ലെ? ഇത് അടക്കി വരുമ്പോഴാണ് ചലനമില്ലാത്ത ആ സ്വരൂപത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. പതഞ്ജലി മുനി പറയുന്നത് പോലെ ചിത്തവൃത്തി നിരോധമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്, ആ എല്ലാ വൃത്തികളെയും അടക്കി കഴിയുമ്പോഴാണ് ആ ദ്രഷ്ടുഹു, കാണുന്നവൻ, സ്വരൂപേ അവസ്ഥാനം, കാണുന്ന ഞാൻ എൻ്റെ സ്വരൂപത്തിലേക്ക് അടങ്ങണം അല്ലെ? അതിനാണ് നമ്മൾ യോഗയൊക്കെ പഠിക്കുന്നത്. ആ ശരീരബോധത്തിനപ്പുറമുള്ള ആത്മസ്വരൂപത്തിലേക്ക് നമ്മൾ ലയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഘട്ടമാണത്. ഋഷീശ്വരന്മാർ നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും ആത്മീയമായ ഉയർച്ചയിലേക്ക്, വെളിവിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അവിടെ ആദ്യം പറഞ്ഞു പ്രാണൻ. ആ പ്രാണിൽ ഓരോ പ്രാണസ്പന്ദനവും ബോധാംശം ഉൾക്കൊള്ളുന്നതെന്ന് പറഞ്ഞു. അതിൽ സ്പന്ദനം അഭാവമാണ്, ബോധം സത്താണ്. ഇനി അടുത്തത് പറഞ്ഞേ, പ്രാണസ്പന്ദനം. ആദ്യം ആകാശത്തിൽ നിന്ന് പ്രാണനിൽ നിന്ന്, പ്രാണസ്പന്ദനത്തിൽ നിന്ന് ഞാൻ എന്ന് സ്ഫുരിക്കുന്ന അഹന്ത. ഞാനെന്ന ജീവാംശം ഉണ്ടായത് ഈ പ്രാണനിൽ നിന്നാണ്. ആ പ്രാണസ്പന്ദനത്തിൽ നിന്നാണ് ഞാൻ എന്ന് സ്ഫുരിക്കുന്ന അഹന്ത, ജീവാഹന്ത എന്ന് പറയും. അത് മനസ്സല്ല, ബുദ്ധിയല്ല കേട്ടോ. ഞാൻ എന്ന് സ്ഫുരിക്കുന്ന അഹന്ത. ഇനി ആ അഹന്ത, അവിടെയൊക്കെ സ്പന്ദനമെല്ലാം അസത്താണ്. ബോധം എല്ലാത്തിലും കൂടി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാ നിലനിൽപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും ബോധം ഇടവിടാതെ കൂടെ ഉണ്ട് എന്നുള്ളത് വിശദീകരിക്കുകയാണ്. ഇവിടെയൊന്നും മറന്നു പോകരുത്, തത്വം മറന്നു പോകരുത്. ആകാശത്തില് സാത്വികാംശമുണ്ട്, പ്രാണനില് സാത്വികാംശമുണ്ട്. അതിൽ നിന്ന് ഞാനെന്ന ജീവാംശയിലും സത്ത് കടന്നു നിൽപ്പുണ്ട്. ഇനി ആ ജീവാഹന്തയിൽ നിന്നാണ് ബുദ്ധി ഉണ്ടായത്. അന്ധകരണം അല്ലെ? ബുദ്ധി ഉണ്ടായി. ആ ബുദ്ധിയിൽ നിന്നാണ് വീണ്ടും മനസ്സുണ്ടായത്. അപ്പോൾ നോക്കൂ, ഞാനെന്ന ജീവാഹന്തയിൽ നിന്ന് എന്തുണ്ടായി? ബുദ്ധി ഉണ്ടായി. ബുദ്ധിയിൽ നിന്ന് മനസ്സുണ്ടായി. പിന്നെ മനസ്സിൽ നിന്നാണ് ജ്ഞാനകർമ്മേന്ദ്രിയങ്ങൾ ഉണ്ടായത്. ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളും പഞ്ചപ്രാണനുകളൊക്കെ ഉണ്ടായത് ഈ മനസ്സിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ മനസ്സ്, ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. കർമ്മേന്ദ്രിയങ്ങളെ വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. ഇതൊക്കെയാണ് കർമ്മേന്ദ്രിയങ്ങൾ. പഞ്ചപ്രാണനുകൾ പ്രാണൻ, അപാനൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ. ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് മനസ്സിൽ നിന്നാണ്.
അപ്പോൾ ഇതിനെല്ലാത്തിനും കാരണമായി നിൽക്കുന്ന ആദികാരണ സത്തയെ മറന്നു പോകരുത്. അതിൽ നിന്നാണ് ആകാശം മുതലേ, പ്രാണം മുതലേ, ജീവാഹന്ത മുതലേ, ബുദ്ധി മുതലേ, മനസ്സ് മുതലേ, പിന്നെന്താ ഇന്ദ്രിയങ്ങൾ, ജ്ഞാനകർമ്മേന്ദ്രിയങ്ങൾ, ഒടുവിൽ ഇന്ദ്രിയ സംഘാത രൂപത്തിലുള്ള ശരീരം, സ്ഥൂലദേഹം, ഇവിടെ വരെ എത്തിയിരിക്കും. ഇനി ഓരോ ഘട്ടത്തിലും ബോധാംശം കടന്നു നിൽക്കുന്നുണ്ട്. വ്യക്തിയിൽ കാണുന്ന ജീവപരിണാമ ഘട്ടങ്ങളാണിത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഒരാളെ ഒരു കാഴ്ച കാണുമ്പോൾ, വളരെ ശ്രദ്ധിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഒരു വസ്തുവിനെ കാണുമ്പോൾ എൻ്റെ കണ്ണാണോ ആ ദൃശ്യത്തെ എടുത്തത്? കണ്ണിനെ കാണിച്ചത് ആരാ? മനസ്സ്. ശബ്ദ സ്പർശ രൂപ രസ ഗന്ധാദികളുടെ കൂടിച്ചേർച്ചയാണ് മനസ്സ്. മനസ്സ് ആത്മാവിന് പ്രവർത്തിക്കാനുള്ള ഉപകരണങ്ങളാണ് മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ. അപ്പോ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഒരാളെ കാണുമ്പോൾ എൻ്റെ കണ്ണിനെ പ്രവർത്തിപ്പിച്ചത് മനസ്സാണ്. മനസ്സ് നോക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ നോക്കിയേ. ആ ചൈതന്യം കിട്ടിയത് മനസ്സിൽ നിന്നാണ്. ഇനി മനസ്സിനെ ആരാ പ്രവർത്തിച്ചത്? ബുദ്ധിയാണ്, അല്ലെ? ബുദ്ധി എവിടെന്നാ വന്നേ? ഞാനെന്ന അഹന്തയിൽ നിന്ന്. ഞാനെന്ന അഹന്ത എന്തിൽ നിന്നാ വന്നേ? പ്രാണനിൽ നിന്ന്. പ്രാണൻ എന്തിൽ നിന്നാ വന്നേ? ആകാശം. ആകാശം എന്തിൽ നിന്നാ വന്നേ? ബ്രഹ്മശക്തിയായ മായ സ്പന്ദിച്ച്. അപ്പോ ഈ മായ ഉണ്ടായത് എന്തിൽ നിന്നാ? ബ്രഹ്മത്തിൽ നിന്നാണ്, അല്ലെ? ബ്രഹ്മത്തിൽ. അപ്പോ നമ്മൾക്ക് തിരിച്ചങ്ങോട്ടും പറയാം, തിരിച്ച് ഇങ്ങോട്ടും നമുക്ക് പറയാതെ. അതായത് എങ്ങനെ ആരോഹണക്രമത്തിലും അവരോഹണക്രമത്തിലും നമുക്ക് പറഞ്ഞാലും സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം. ഈ ശബ്ദം അവസാനം ഉണ്ടായ, ഏറ്റവും ആദ്യം ഉണ്ടായ ഈ ശബ്ദത്തോടു കൂടി ഈ ആകാശം ഉണ്ടായപ്പോൾ ആ ശബ്ദവും കൂടി അടങ്ങിയ ഇടത്തെ ഗുരു നമുക്ക് പറഞ്ഞു തന്നു സ്വയം പ്രകാശം എന്ന്. ഇതെങ്ങനെ ഗുരു പറഞ്ഞേ? എങ്ങനെയാണ് ഗുരു ഈ സ്വയം പ്രകാശത്തെ നമുക്ക് പറഞ്ഞു തന്നത്? ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോഴും ഗുരുവിനെ അറിയാതെ ഇരുട്ടി തപ്പിക്കൊണ്ട് നടക്കുമ്പോൾ പരബ്രഹ്മ സ്വരൂപനായി ഈ ലോകത്തേക്ക് ഇരുട്ടാർന്ന് കിടന്നിരിക്കുന്ന ഒരു ജനസമൂഹം. എന്തോ ടീച്ചറെ? അതാണ് സ്വാനുഭവ രസികതയോടെ പഠിക്കണം. അനുഭവിച്ചാണ് ഗുരു എന്ന് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗുരുവിനെ പഠിക്കുമ്പോൾ ശരിക്കും ഗുരു പറയാണ്, ഈ ലോകത്തിൽ എത്രയോ ഗുരുക്കന്മാർ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും പറയുമ്പോൾ ഞാൻ പറയുന്നതാണ് ഇത് നിങ്ങൾ പഠിക്കൂ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത് പഠിച്ചില്ലേ നരകത്തിൽ പോകും എന്നൊക്കെ പറയുമ്പോഴും ഗുരു എന്താ പറഞ്ഞിരിക്കണേന്നറിയോ? എൻ്റെ ദർശനങ്ങളെ നിങ്ങൾ വിമർശന ബുദ്ധിയാ പഠിക്കാൻ. വിമർശന ബുദ്ധിയാ, യുക്തി ചിന്ത ചെയ്തുകൊണ്ട് പഠിച്ചോളൂ. യുക്തിക്ക് നിരക്കാത്തത് ഒന്നും ഗുരു പറഞ്ഞിട്ടില്ല. അനുഭവിച്ച് സാക്ഷാത്കരിക്കാൻ പറ്റാത്തതൊന്നും ഋഷീശ്വരനായ ഗുരു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വിമർശന ബുദ്ധിയോടെ ഈ ഗുരുവിന്റെ കൃതികളെ പഠിച്ചോളാൻ പറഞ്ഞിരിക്കുന്ന ഏക ഋഷീശ്വരൻ ശ്രീനാരായണ ഋഷിയാണ്. എന്തും അവിടെയാണ് നമ്മൾ പറഞ്ഞത്, വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ ഇന്നോളം പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റാത്ത ഒരു പ്രവാചകനെ ഈ ലോകത്തുണ്ടായിട്ടുള്ളൂ, അത് ശ്രീനാരായണ ഗുരുദേവനാണ് എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ദർശനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയവർക്കാണെന്ന് പറയാനായിട്ട് സാധിക്കുക, അല്ലേ? ഇപ്പൊ നോക്കൂ, എത്ര നമ്മൾ ഇതൊക്കെ ചൊല്ലി പോവുകയല്ലേ, അധര വ്യായാമം പോലെ. സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം. ആ ക്രിയേഷനാണ് പറയണത്. നമ്മൾ ചെന്ന സ്വനവും അടങ്ങുന്ന സ്വയം പ്രകാശത്തിൽ എത്തണം. എത്തിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും ജനന മരണ ചുഴിയിൽപ്പെട്ടു പോകും. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്വയം പ്രകാശ അനുഭവം ഉണ്ടെന്നും അവിടെയാണ് നമ്മൾ എത്തേണ്ടത് എന്നും ഗുരു നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു സാധാരണ വിദ്യ പോലും നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനതതിയിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ആത്മവിദ്യ തന്നെ, വേദാന്തത്തിന്റെ സത്ത തന്നെ എടുത്തു വെച്ചുകൊണ്ടാണ് ഗുരു നമുക്കിത് പറയണത്. വെറുതെ പറയുന്നതുമല്ല, അനുഭവിച്ചതായി മാറിക്കൊണ്ടാ പറയണത്. അപ്പൊ സുകൃതികളാണ് ഗുരുവിനെ പഠിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവര്.
എന്ത് വിഭാഗീയതയുടെ പേരിൽ ഗുരുവിനെ പഠിക്കാതെ ആരെങ്കിലും മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യ ശരീരം കിട്ടിയിട്ട് വലിയ നഷ്ടം എന്ന് തന്നെ പറയാനുള്ളൂ, വേറെ ഒന്നും നമുക്ക് പറയാനില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈശ്വര ശക്തി ഈ ജഡത്തിന്റെ പരിണാമഘട്ടങ്ങളിൽ ഓരോന്നിലും കടന്നു നിന്നുകൊണ്ട് അവയെ അറിയിക്കുന്നുണ്ട്. അതിനെ ബോധമെന്നും ആ ജഡത്തെ ഏതിലാണോ ഇത് പ്രതിബിംബിച്ചത് അതിനെ ജഡമെന്നും അസത്തെന്നും പറയുന്നു. അപ്പോൾ നമ്മൾക്ക് ഇപ്പം നമ്മൾ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ എന്തിനാ ഞാനിപ്പോൾ ക്രിയേഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ബോധാംശം എല്ലാത്തിലും കൂടെ നിൽക്കുന്നുണ്ട്, അത് സത്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ സമഷ്ടി പ്രപഞ്ചത്തിലെ ആകാശം മുതൽ തുടങ്ങി എല്ലാ പദാർത്ഥങ്ങളും ജഡപദാർത്ഥങ്ങളാണ് എന്നാണ് അറിയേണ്ടത്. അപ്പോൾ അതിനകത്ത് കടന്നു നിൽക്കുന്ന ഈശ്വരാംശം മാത്രമാണ് സത്തായിട്ടുള്ളത്. അപ്പോൾ പ്രപഞ്ചത്തിലാണെങ്കിലും അല്ലെങ്കിൽ വ്യക്തിയിലാണെങ്കിലും ആ ജഡ പരിണാമഘട്ടങ്ങളിൽ കടന്നു നിന്നുകൊണ്ട് അവയെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ബോധമാണ് സച്ചിദാനന്ദം. അതിനെയാണ് പറയുന്നത്. അപ്പോൾ സ്വയം അറിഞ്ഞ് മറ്റുള്ളവയെയും അറിയുന്നതാണ് സത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജഡത്തിനാണെങ്കിൽ സ്വാനുഭവമില്ല, അതുകൊണ്ട് സ്വയം പ്രകാശമല്ല, മറ്റൊന്നുണ്ടെന്ന് അറിയാൻ സാധികമാകുകയില്ല. മറ്റൊന്നിൻ്റെ പ്രകാശം കൊണ്ട് മാത്രം പ്രകാശിക്കുന്നവയാണ് ജഡവസ്തുക്കൾ. അപ്പോൾ അത് അസത്വമാണ് എന്ന് അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ വേദാന്ത ശാസ്ത്രത്തിൻ്റെ ഒരു പെരുമ്പറ കോശമുണ്ട്. എന്താന്ന് വെച്ചാൽ ഉണ്മയുടെയും അഭാവത്തിൻ്റെയും സങ്കലനമാണ് പ്രപഞ്ചം, സത്തിൻ്റെയും അസത്തിൻ്റെയും കൂടിക്കലർപ്പാണ് പ്രപഞ്ചമെന്ന് ശങ്കര ഭഗവത്പാദര് സർവവേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹത്തിൽ പറയുന്നത് ഇങ്ങനെയാ: ദൃക് ദൃശ്യൗ ദ്വൗ പദാർത്ഥൗ സ്തഃ പരസ്പര വിലക്ഷണൗ ദൃക് ബ്രഹ്മ ദൃശ്യം മായേതി സർവവേദാന്ത ഡിണ്ടിമഹ. ഒന്നും ഗുരുക്കന്മാർക്ക് പറയാൻ ഒന്നേ ഉള്ളൂ. ദൃക് ദൃശ്യോ ദ്വൗ പദാർത്ഥോ സ്തഃ. ദൃക്ക് എന്നും ദൃശ്യമെന്നും രണ്ട് പദാർത്ഥങ്ങളെ ഇവിടെയുള്ളൂ. ദൃക്ക് ബ്രഹ്മവും ദൃശ്യമായുമാണ്. ഇതാണ് വേദാന്തത്തിന്റെ പെരുമ്പറ ഘോഷം, സർവവേദാന്ത ഡിണ്ടിമഹ. അപ്പോ ദൃക് ദൃശ്യോ ദ്വൗ പദാർത്ഥോ സ്തഃ ദൃക് ബ്രഹ്മ ദൃശ്യം മായേതി സർവവേദാന്ത ഡിണ്ടിമഹ. സർവവേദാന്തത്തിന്റെയും പെരുമ്പറ ഘോഷം ഇതാണ് എന്ന് പറയാണ്. ദൃക്ക് ബ്രഹ്മവും ദൃശ്യം മായയുമാണ്, മായയുമാണ്, അത് അസത്താണ്, ദൃക്ക് സത്തുമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ആത്മോപദേശ ശതകത്തിലെ 96-ാമത്തെ ശ്ലോകം ഒന്ന് കുറിച്ച് വെച്ചോ എല്ലാവരും കേട്ടോ. 96-ാമത്തെ ശ്ലോകം എങ്ങനെയാണത്? 96-ാമത്തെ ശ്ലോകം ആത്മോപദേശ ശതകത്തിലെ അണുവും അഖണ്ഡവും അസ്ഥി നാസ്തി എന്നിങ്ങനെ വിലസുന്ന ഇരുഭാഗമായി രണ്ട് അണയും അനന്തരം അസ്ഥി നാസ്തി എന്നീ അനുഭവവും നിലയേറ്റു നിന്നു. അതെ, നോക്കൂ, എവിടെയൊക്കെ ഭഗവാൻ ചേർത്ത് വെച്ചിട്ടില്ലേ അസ്ഥി നാസ്തിയൊക്കെ. എന്നിട്ടല്ലേ വേദാന്ത സൂത്രത്തിൽ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തന്നത് സച്ചപ്താതയോ അല്ലേ എന്നുള്ള ആ സൂത്രത്തിലൂടെ, അസദഭാവശ്ചേതി എന്നുള്ള സൂത്രത്തിലൂടെ നമുക്കൊക്കെ പറഞ്ഞു തരുന്നതൊക്കെ ഈ കൃതിയിൽ നമുക്ക് വിസ്തരിച്ച് തന്നിട്ടുണ്ട്. അത് സൂത്ര രൂപത്തിൽ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാൻ എന്നും മറക്കാതെ ഈ സൂത്രമൊക്കെ കരുതി വെച്ചോ. അതും അതിൻ്റെ എക്സ്പാൻഷൻ ആയിട്ട് കൃതികളിലൂടെ തന്നിട്ടുമുണ്ട്. അപ്പം നമ്മൾ എത്തി ഇവിടെ വരെയൊക്കെ എത്തി. അപ്പോൾ അണുവും അഖണ്ഡവും അസ്ഥി നാസ്തി എന്നിങ്ങനെ വിലസും നിരുഭാഗമായി രണ്ടും. അണുവും അഖണ്ഡവും, അല്പദൃശ്യങ്ങളും അഖണ്ഡതയും, അല്ലെങ്കിൽ അണുവായും അഖണ്ഡമായും, ചെറുതിൽ ചെറുതായും വലുതിൽ വലുതായും ഒക്കെ കാണുന്ന ഈ പ്രപഞ്ചം, അല്പദൃശ്യങ്ങളായും അഖണ്ഡതയായും ഒക്കെ കാണപ്പെടുന്ന ഈ ദൃശ്യങ്ങൾ ഇവിടെ വന്ന എങ്ങനെയാ? ഉണ്ട് ഇല്ല എന്നിങ്ങനെ രണ്ടായിട്ട് വേർപെട്ടാണ് ഇവിടെ പ്രകാശിക്കുന്നത്. അണുവും അഖണ്ഡവുമായിരിക്കുന്ന ഈ പ്രപഞ്ചം ഉണ്ട് ഇല്ല എന്നിങ്ങനെ രണ്ട് വേർപെട്ട രൂപത്തിലാണ് ഇവിടെ പ്രകാശിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഇങ്ങനെ വിലസുന്നിരുഭാഗമായി രണ്ടായിട്ടാണ് ഉണ്ട് ഇല്ല എന്ന രീതിയിൽ ഈ പ്രപഞ്ച പ്രതിഭാസം ഉണ്ടാകുന്നത്. രണ്ടും അണയും എന്നാ ഗുരു പറയുന്നത്. അപ്പോ ഈ പരസ്പര വിലക്ഷണങ്ങളായ രണ്ട് അനുഭവങ്ങളാണല്ലോ ഉണ്ട് എന്നതും ഇല്ല എന്നുള്ളതും.
ഭാവം എന്നുള്ളതും അഭാവം എന്നുള്ളതും പരസ്പര വിലക്ഷണങ്ങളാണ്, ഒന്നൊന്നിനോട് ചേരാത്തതാണത്. എങ്കിലും സത്യം അറിയുമ്പോൾ ഈ രണ്ട് ഭാവങ്ങൾക്കും രണ്ട് അനുഭവങ്ങൾക്കും ആധാരമായി ഒരു ബേസ് ഉണ്ട്, ഒരു അടിസ്ഥാന സത്യം ഉണ്ടെന്നറിയുമ്പോൾ ഈ അണുവും അഖണ്ഡവും ഒന്നും ഇല്ലാണ്ടായി മാറുന്ന പറയാം. രണ്ട് അനുഭവങ്ങളും ഇല്ലാതെയാകും. അപ്പോൾ അങ്ങനെ ഈ അണയും അനന്തരം അസ്ഥി നാസ്തി എന്നീ അനുഭവവും നിലയറ്റു നിന്നു പോകും. ഉണ്ട് ഇല്ല എന്ന അനുഭവം ആശ്രയമില്ലാതെ അവസാനിച്ചു പോകും. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കണം കേട്ടോ. ഈ ശ്ലോകത്തിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് വേദാന്ത സൂത്രത്തോട് ചേർത്ത് വെച്ച് പഠിക്കണം. അല്പദൃശ്യങ്ങളും അഖണ്ഡതയും ഇവിടെ ആ പ്രപഞ്ച അനുഭവത്തിലെ അണുവായും അഖണ്ഡമായും ഒക്കെ പ്രകാശിക്കുന്ന ഈശ്വര ചൈതന്യം ഉണ്ട് ഇല്ല എന്ന പരസ്പര വിലക്ഷണങ്ങളായ രണ്ട് അനുഭവങ്ങളായി വേർപെട്ടുകൊണ്ടാണ് ഇവിടെ പ്രകാശിക്കുന്നത്. പക്ഷേ ഒരു സത്യാന്വേഷി പരമമായ സത്യം അന്വേഷിച്ചത് കണ്ടെത്തുമ്പോൾ രണ്ടും അണയും. ഈ അണു അഖണ്ഡബോധമായി ഇവിടെ പ്രകാശിക്കുന്ന അസ്ഥി നാസ്തി എന്ന രണ്ട് അനുഭവങ്ങളും ഇല്ലാണ്ടായിട്ട് എന്താ പറയുക, അതിനാശ്രയമില്ലാതെ നിന്നു പോകും എന്ന് പറഞ്ഞാൽ അവസാനം പരമമായ സത്ത മാത്രം ഉണ്ട് എന്ന അനുഭവത്തിലേക്ക് എത്തും. അതിനാണല്ലോ നമ്മുടെ യാത്ര, അല്ലേ? നമ്മുടെ ഈ ആ സത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. നമ്മുടെ യാത്ര മുഴുവനും ആ സത്തിനെ അറിയാൻ വേണ്ടിയിട്ടാണ്. നാം എന്തിനാ ഇത് പഠിക്കണേന്ന് പറഞ്ഞാൽ, ഒടുവിൽ അങ്ങയുടെ പരമപദം പ്രാപിക്കുമ്പോൾ ഈ ജഡത്തെ ഓർത്ത് ദുഃഖിച്ചു പോകാൻ എന്നെ അയക്കല്ലേ ഭഗവാനെ. ഈ സത്തിനെ ചിന്തിച്ചുകൊണ്ട് ഈ സത്തിനെ അനുഭവിക്കാനൊരു യാത്രയെങ്കിലും എനിക്ക് അടുത്ത ജന്മമെങ്കിലും തരണേ എന്നൊക്കെ ഒന്ന് ആഗ്രഹിക്കാനെങ്കിലും നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ ഇതിനെ പഠിക്കണം. ജഡങ്ങളെ താലോലിക്കാതെ ജഡങ്ങൾക്ക് ആധാരമായ സത്തയെ താലോലിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് ഗുരു പറഞ്ഞു തന്നേക്കണത് എന്നും ഒരു പേപ്പറിൽ വലുതായിട്ട് എഴുതിയിട്ട് വീട്ടിലെല്ലാവരും കാണുന്ന രീതിയിൽ ഒട്ടിച്ചു വെക്കുക. എൻ്റെ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കടന്നു പോകണം, ഒടുവിൽ അങ്ങയുടെ പരമപദം പ്രാപിക്കണം. ഇത് രണ്ടും അല്ലാതെ നമുക്കിവിടെ ഒന്നും ഈ ലോകത്ത് നേടാനുള്ള ഇല്ല. നേടുന്നതൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകും. എത്രയോ കോടി ലക്ഷങ്ങളും മുടക്കി ഒരു തീർത്ഥയാത്രയ്ക്ക് ഒരു യാത്രയ്ക്ക് പോയിട്ട് വന്നു. അവസാനം ശാരീരിക ക്ലേശങ്ങളും പണനഷ്ടവും ഒക്കെ ഒരു ഇത്തിരി നേരം കൊണ്ട് ആ ഓർമ്മകൾ കടന്നു. വീണ്ടും നമുക്ക് സന്തോഷിക്കണമെങ്കിൽ വീണ്ടും യാത്ര പോകണം. പക്ഷേ നമ്മളിരിക്കുന്ന ആ വിലമതിയാത്ത ആനന്ദത്തെ അനുഭവിച്ചിരിക്കുന്ന മനുഷ്യന് ഒരു യാത്രയും പോകേണ്ട ആവശ്യമില്ല. അവൻ യാത്ര പോയാൽ തന്നെ തന്നിലെ ആനന്ദമായിട്ടാണ് അതിനെയൊക്കെ കാണുന്നത്. വെറും എന്റർടൈൻമെന്റ് അല്ല, അതിലൊക്കെ ഈശ്വരാംശത്തെ കാണും. അപ്പോഴാണ് അവിടെ ഒന്നും കൂടിയൊക്കെ അത് ശോഭനമായി മാറുന്നത്. അപ്പോൾ വെറും ജഡങ്ങളിൽ മാത്രം മനസ്സ് ഭ്രമിച്ച് ജീവിക്കരുത്. നമ്മളിപ്പോൾ നമ്മുടെ കൂടെ വന്നവർ പലരും യാത്ര പറഞ്ഞു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ജീവിതകാലം മുഴുവനും ആ യാത്ര പറഞ്ഞു പോയവരെ കുറിച്ച് ഓർത്തായിരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞ പണം പെണ്ണിലും മണ്ണിലും ചെന്ന് പൊക്കാശ്വസിച്ചാത്തമോദം ഗുണം കെട്ട് ദുഃഖിച്ചു പോകാനയക്കല്ലേ. അഹം ദേഹമെന്നോർത്ത് സത്വാദിയാ മുക്കുണം കെട്ടു പെട്ടൂരു മായാവിലാസം ക്ഷണം ക്ഷീണലോക പ്രപഞ്ച പ്രവാഹം ക്ഷണം ജ്യോതി രാജേന്ദ്രതാരം നമസ്തേ ശിവാംബ മഹാഘോര സംസാരവാലാന്നിധി കക്കര കേറുവാൻ തൃപ്പതത്താരിണ കപ്പലല്ലാതൊരാലംബനം മറ്റെനിക്കൊന്നുമില്ലമ്പ കാരുണ്യരാശേ. എന്താണ് അവൻ ആ ദണ്ഡകത്തിൽ ജീവിതം പോലെ നീണ്ട ദണ്ഡക വൃത്തത്തിൽ എഴുതിയ ആ കാളിനാടകത്തില് പറഞ്ഞു വെക്കുന്നത്, അല്ലേ? എൻ്റെ ജീവിതം ഇങ്ങനെ വെറുതെ പാഴാക്കി കളയല്ലേ, അല്ലേ? അത് എനിക്ക് ശ്രേഷ്ഠമായതിനെ അറിയാനുള്ള അവസരം തരണേ, അനുഭവം തരണേ എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കാനുള്ളത്. അപ്പോൾ ആത്മസത്യത്തെ അറിയാതെ വെറും ജഡങ്ങളിൽ മാത്രം ഭ്രമിച്ചു പോകുന്നവരെ ഉപനിഷത്ത് വിളിച്ചത് ആത്മഹന്താക്കൾ എന്നാണ്, ശ്രുതി വിളിച്ചത് ആത്മഹന്താക്കൾ എന്നാണ്, അല്ലേ? അതുകൊണ്ട് അവർ പിന്നെ പോകുന്നത് എങ്ങോട്ടാ? വീണ്ടും ഈ ജന്മമരണ ചുഴിയിലേക്ക് തന്നെ വരണത്. അതുകൊണ്ടാണ് ആസുരം ലോകമൊന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് കൂരിരുട്ടാലതാവൃതം മോഹമാർന്ന ആത്മഹന്താക്കൾ പോകുന്നു മൃതരായതിൽ എന്നൊക്കെ പറയണത് നരകത്തിൽ പോകുന്നല്ല എൻ്റെ അർത്ഥം. ഈ
സത്യമറിയാതെ ഇരുട്ടാർന്ന ഒരു ലോകത്തിലേക്ക് തന്നെയായിരിക്കും ജനന മരണങ്ങളിലൂടെ നമ്മൾ വീണ്ടും കടന്നു വെക്കുക. അപ്പോൾ ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട എന്നൊക്കെ മരിക്കുമ്പോൾ പാടുകയല്ല വേണ്ടത്. ജീവനോടെ ഇരിക്കുമ്പോൾ, ശരീരത്തിന് ആരോഗ്യമുള്ളപ്പോൾ, ബുദ്ധിക്ക് തെളിച്ചമുള്ളപ്പോൾ ഈ തത്വത്തെ ജീവിതത്തിലേക്ക് എടുക്കാൻ നോക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ജീവിതത്തിലെ പ്രാരബ്ധം അവസാനിച്ച് നമ്മളോടൊപ്പം കൂട്ടുവന്നവർ പ്രാരബ്ധം അവസാനിച്ച് പോകുമ്പോൾ അവരെ ഇനിയും ബന്ധിപ്പിച്ച് വയ്ക്കരുത്. ഏറ്റവും ശാന്തവും സമാധാനവുമായിട്ട് ഈ ജീവിതത്തിൽ കടന്നു പോകാൻ നമുക്ക് സാധിക്കണം. അതിൽ ഉൾക്കരുത്ത് നമ്മൾ നേടണം. പറയുന്ന പോലെ എളുപ്പമല്ലാതെന്നറിയാം, പക്ഷെ നമ്മളത് സാധന കൊണ്ട് നേടേണ്ടതുണ്ട്. സാധന കൊണ്ട് നമ്മൾ ആ മനോധൈര്യം നമുക്ക് നേടേണ്ടതുണ്ട്. ഇപ്പം പലരും നമുക്കറിയാം, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പലരും ജീവിതത്തിൽ ശാരീരികമായിട്ടും അല്ലെങ്കിൽ മറ്റ് മാനസികമായും ഒക്കെ മറ്റുള്ളവരുടെ വിയോഗം കൊണ്ടുമൊക്കെ ദുഃഖം അനുഭവിക്കുന്നവർ ധാരാളം ആ ഗുരുദേവന്റെ അമൃതവാണികളിലേക്ക് വന്നിട്ട് ആ ആനന്ദം അനുഭവിച്ച് ജീവിതത്തിൽ കരുപ്പിടിച്ച് ജീവിതത്തിൻ്റെ ഉയർന്ന നിലയിലേക്ക്, മാനസിക നിലയിലേക്ക് എത്തിയവരെയൊക്കെ ഈ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, ശ്രോതാക്കളായിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എന്തിനാ ഗുരു നമുക്കിതൊക്കെ പറഞ്ഞു തന്നെയെന്ന് വെച്ചാൽ ദുഃഖമില്ലാതാക്കണം, ഭയമില്ലാതാക്കണം, ശരീരത്തിൻ്റെ അവസ്ഥ ഇല്ലാതാവുക എന്നുള്ളതാണ് അവസാനം. ഈ സത്യമൊക്കെ അറിഞ്ഞ് ജീവിച്ചാൽ, ഈ മാറുന്ന ശരീരത്തിൽ മാറ്റമില്ലാത്തൊരു സത്യമുണ്ടെന്നറിഞ്ഞ് ജീവിച്ചാൽ ഓരോ നിമിഷവും നമുക്ക് ആനന്ദപൂർണ്ണമായി ജീവിക്കാൻ സാധിക്കും, അല്ലേ? നമ്മുടെ കയ്യിലല്ല ഒന്നും ഇരിക്കുന്നത് എന്നൊരു ഉറപ്പ് നമുക്ക് എപ്പോഴും വേണം. ഒരു നിമിഷം പോലും ഈശ്വരനെ പഴിക്കുന്ന വാക്ക് നമ്മളിൽ നിന്ന് ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഈ 3 തലങ്ങളിലൂടെ മാത്രമേ ആർക്കായാലും പ്രപഞ്ചാനുഭവമുള്ളൂ. 3 അനുഭവം: ഉണർന്നിരിക്കുന്ന അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ. അപ്പോൾ ഈ 3 അവസ്ഥയിലും ആത്മചൈതന്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തിവിശേഷമാണ് ഈ രൂപങ്ങളെയൊക്കെ വെളിപ്പെടുത്തി കാണിക്കുന്നത്. മഹാഗുരുക്കന്മാര് ഈ ലോകത്തിന്റെ ഹിതത്തിനു വേണ്ടി സഞ്ചരിക്കുന്നവരാ. ഗുരു അവതരിച്ചത് ഈ ലോകത്തോടുള്ള അപാരമായ കൃപ കൊണ്ട് ആ ആത്മീയമായ അനുഭവത്തെ പതിത ജനകോടികൾക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഗുരു അവതരിച്ചത്, അല്ലേ? കാരണം അവരെ നമ്മൾ പറഞ്ഞ പോലെ വസന്തകാലത്തെ പോലെ ലോകഹിതത്തിന് വേണ്ടി സഞ്ചരിക്കുന്നവരാണത്. സ്വീകരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് ഇത് അറിയാതെയും കടന്നു പോകാം. അറിഞ്ഞും കടന്നു പോകാം, അറിയാതെയും കടന്നു പോകാം. അപ്പോൾ സത്യത്തെ സാക്ഷാത്കരിച്ച് അത് പതിത ജനകോടികൾക്ക് പകർന്നു കൊടുക്കുക, വെളിപ്പെടുത്തി കൊടുക്കുക, അവിടെയാണ് ഒരു ഗുരുവിന്റെ മഹാത്മ്യം ഇരിക്കുന്നത്. ഇവിടെ പതിതരെന്ന് പറയുമ്പോൾ നമ്മൾ ജാതിയുടെ പേരിലേക്ക് ആദ്യം നീങ്ങിപ്പോകരുത്. ജാതിയല്ല പതിതർ എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിലുള്ള പ്രകാശത്തെ അറിയാതെ ഇരുട്ടാർന്ന് ജീവിക്കുന്നവരെയൊക്കെ പതിതർ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണ് ജാതി പാർക്കിയൊരു അന്ത്യജനാകിലും വേദവാദി മഹീസുരനാകിലും ആരാണെങ്കിലും ഈ എണ്ണമറ്റ തിരുനാമങ്ങൾ ഉള്ളതിൽ ഒന്നു മാത്രം ഒരിക്കലെങ്കിലും, അല്ലെ, മറ്റുള്ളവർക്ക് വേണ്ടിയാകിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും, അല്ലെ, ഏതു ദിക്കിലിരിക്കലും തന്നെ നാവുകൊണ്ട് ഇത് ചൊല്ലിയെന്നാകിലും ജന്മസായുജ്യം അപ്പോഴേ വന്നുപോയി എന്നൊക്കെ പൂന്താനമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നാമജപങ്ങൾക്ക് കലിയുഗത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. ആ നാമജപങ്ങളാണ് ഒരുവന്റെ ആത്മീയമായ വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്നത് എന്നാണ് ഗുരുക്കന്മാർ നമ്മളെ പറഞ്ഞു വെക്കുന്നതിന്റെ പൊരുള്. അപ്പൊ ഗുരു നമുക്ക് അതിനു വേണ്ടിയാണല്ലോ ധാരാളം സ്തോത്രങ്ങൾ തന്നു, ദാർശനിക കൃതികൾ തന്നു, ക്ഷേത്രങ്ങൾ തന്നു, ആശ്രമങ്ങള്, മഠങ്ങള് എല്ലാം തന്നത് എന്തിനാ? അവനവന്റെ ഓരോരുത്തരിലെയും ആത്മീയതയെ പ്രോജ്വലിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മളിപ്പോ ഗുരുവിനെ പൂവിട്ട് പൂജിച്ച് പ്രാർത്ഥന ചൊല്ലി ഗുരുവിനെ സ്തുതിച്ചിട്ട് പോലും ഗുരു പറഞ്ഞതൊക്കെയും നമ്മുടെ മനസ്സിൽ വെളിച്ചം പകരാനാണെന്നുള്ളത് നമ്മൾ മറന്നു പോകും. അതുകൊണ്ടാണ് ഗുരുവിന് പറയേണ്ടി വന്നത്, നമുക്കാരും ഇല്ലല്ലോ എന്ന് പറയേണ്ടി വന്നത്, അല്ലേ? അപ്പൊ നമ്മൾ ആരും ഗുരുവിനെ ഉയർത്താൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുകയല്ല വേണ്ടത്. ഗുരു വിജയിച്ചരുളിയ പരബ്രഹ്മസ്വരൂപനാണ്, അതിനെ ആർക്കും താഴ്ത്താൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഗുരു പറഞ്ഞു തന്ന അനുസരിച്ച് ജീവിക്കുക, അത് അങ്ങനെയാണ് നമ്മൾ ഗുരുവിന്റെ ഭക്തരായി മാറുക. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ജീവികളിലും ഇരിക്കുന്ന ആത്മചൈതന്യത്തെ, ഒരു കുഞ്ഞുറുമ്പില് പോലും തുടിക്കുന്ന ആത്മചൈതന്യത്തെ അറിയാനുള്ള അവകാശം ഉറുമ്പിന് പോലും ഉണ്ട്.
അപ്പോൾ ആ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന് അതിന് പ്രത്യേകിച്ച് അതിനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ ആത്മീയമായ ജ്ഞാനം ഒരു വിഭാഗത്തിന് മാത്രം അറിയാനുള്ളതാണെന്ന് ചിലർ ശഠിച്ചൊരു കാലം അധികം വിദൂരം അല്ല അത് ഉണ്ടായിരുന്നു. ആ കാലത്തിലാണ് ആത്മീയമായ അനുഭവം അറിയാനുള്ള ആ ആത്മസത്തയെ അറിയാനുള്ള അവകാശം എല്ലാവർക്കും നിഷേധിച്ച കാലത്താണ് ഗുരു ഈ അനുഭവത്തെ അനുഭവിച്ചുകൊണ്ട് അത് അനുഭവരസികതയോടെ നമുക്ക് പകർന്നു തന്നത്. എന്ന് ഈ ആത്മീയമായ ജ്ഞാനം അനുഭവിക്കാൻ അവകാശമില്ല എന്ന് സമൂഹത്തിൽ നിയമങ്ങൾ ഉണ്ടായോ, അപ്പോഴാണ് ജാതി മത ഭേദ ചിന്തകൾ കൊണ്ടുള്ള കലഹങ്ങളും താണ്ഡവവും ആരംഭിച്ചത് തന്നെ. ആ ഇരുട്ടാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കലഹായമാനമായി മാറിയത്. അപ്പോൾ കഴിഞ്ഞ ദിവസം സുന്ദരേശൻ സാറോട് സംസാരിച്ചേ ഉള്ളൂ. അതായത് ലോക മഹായുദ്ധങ്ങൾ 14 കാലഘട്ടങ്ങളിൽ 18 വരെയുള്ള കാലഘട്ടങ്ങളിൽ ലോക മഹായുദ്ധങ്ങൾ നടക്കുമ്പോൾ 70 കോടിയും 90 കോടിയൊക്കെ ആളുകൾ മരിച്ചു വീഴുമ്പോൾ, നിസ്സഹായരായി മരിച്ചു വീഴുമ്പോൾ, ഒരു മനുഷ്യന്റെ ഉള്ളിൽ കയറിയ പക ലോകത്തെ തന്നെ ചുട്ടിരിക്കുമ്പോൾ ആണ് ഗുരു ദൈവദശകവും അനുകമ്പദശകവും ഒക്കെ എഴുതുന്നത്. അത് കേരളീയർക്ക് വേണ്ടി മാത്രമാണോ? കേരളത്തിൽ അവതരിച്ചത് ലോകത്തിന്റെ ഗുരുവായി നിന്നുകൊണ്ടാണ് ഗുരു ദൈവദശകവും അനുകമ്പദശകവും ഒക്കെ അനുഭവത്തിൽ നിന്ന് നമുക്ക് തന്നത്. അതൊക്കെ ലോകം സ്വീകരിക്കേണ്ട കാലം വിദൂരമൊന്നും അല്ല, സംശയമില്ല. ദൈവത്തിനെ ആരാധന ചെയ്യുന്ന സ്ഥാനത്ത് അരുളുള്ളവനാണ് ജീവി എന്ന് ആ നവാക്ഷരി മന്ത്രം ചൊല്ലിക്കൊണ്ട് നടക്കൂ നീ എന്ന് പറഞ്ഞു തന്ന ഋഷീശ്വരനാണ്. സുബ്രഹ്മണ്യനെ ഗണപതിയൊക്കെ സ്തുതിക്കുന്നിടത്തെ നമ്മൾ ചൊല്ലിക്കൊണ്ട് നടക്കേണ്ടതാണ് അരുളുള്ളവൻ, ഓം നമോ നാരായണായ. അതിന് പകരം അരുളുള്ളവനാണു ജീവി എന്ന് ചൊല്ലിക്കൊണ്ട് നടക്കാൻ. അരുള് നഷ്ടപ്പെട്ടു പോയ, അനുകമ്പ നഷ്ടപ്പെട്ടു പോയ, കാരുണ്യം നഷ്ടപ്പെട്ടു പോയ ഒരു ഇരുട്ടിലേക്ക് പോകുന്ന ഒരു കലിയുഗത്തിലെ ഒരു നമുക്ക് തന്ന നവാക്ഷരി മന്ത്രമൊക്കെ ഹൃദയത്തിൽ ഏറ്റേണ്ട കാലം കഴിഞ്ഞു നമ്മൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ ദ്വൈതങ്ങളും അദ്വയമായ ഒരേ ഒരു പൊരുളിൽ ആ ഈശ്വരസത്തയിൽ അന്തർഭവിച്ചിരിക്കുന്നു. എല്ലാ തരത്തിലുള്ള ദ്വൈതഭാവനകളും ഒരേ ഒരു ഈശ്വരസത്തയിൽ അന്തർഭവിച്ചിരിക്കുന്നു. അമൃതത്വവും മരണവും സത്ത് അസത്ത് എന്നിവയെല്ലാം ആയിരിക്കുന്നത് ഒരേ ഒരു സത്യം തന്നെയാണ്. ആ പൊരുൾ ഉണ്മയാണ്. ആ ഉണ്മയിൽ നിന്ന് പ്രതീതമാകുന്ന ജഗത്ത് അസത്താണ്, അഭാവമാണ്. അപ്പോൾ ഈ സൂത്രത്തിൻ്റെ പൊരുൾ എന്താന്ന് വെച്ചാൽ സത്തിന് ഭാവവും അസത്തിന് അഭാവവും കൽപ്പിക്കേണ്ടതാണ്. ഒരേ ഒരു സത്തായ പരമകാരണമായ ഈശ്വര സത്തയിൽ നിന്ന് പ്രതീതമാകുന്ന 2 അനുഭവങ്ങളാണ് സത്തും അസത്തും. പരമസത്യം സാക്ഷാത്കരിക്കുമ്പോൾ ഈ സത്തും അസത്തും ഇല്ലാതെയാകുന്നു. അപ്പോൾ നമ്മൾക്ക് ഏതായാലും 7ാമത്തെ സൂത്രത്തിൻ്റെ സമാപ്തി ആണ് ഈ ക്ലാസ്സിൽ. അടുത്ത ക്ലാസ് നമുക്ക് 8ാമത്തെ സൂത്രവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾ ഇത് നന്നായി ധ്യാനിക്കണം. ഇതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായി തരണേ മഹാഗുരു എന്ന് ഗുരുവിനോട് മനസ്സലിഞ്ഞ് പ്രാർത്ഥിക്കണം. എന്നെയും ഈ വെളിച്ചത്തിന് പാത്രമാക്കണേ ഗുരു. ഞാൻ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, എൻ്റെ ഭൗതിക ജീവിത ദുഃഖങ്ങൾ ഈ അറിവിൽ അലിഞ്ഞു പോകണേ ഭഗവാനെ. അങ്ങയുടെ പാദങ്ങളിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന സമർപ്പണത്തോടു കൂടി, ഭക്തിയോടുകൂടി വേദാന്ത സൂത്രം പഠിക്കുവാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ, നമുക്കൊക്കെ സാധിക്കട്ടെ. നമ്മുടെ ഉള്ളം വെളിവാർന്നതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സൂത്രം ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വണങ്ങുന്നു. ഓം